ഇവിടെ ഇപ്രകാരം കംസൻ ഈ അശരീരി വാക്യം കേട്ടപ്പോൾ തന്നെ കംസൻ തൻ്റെ മനസ്സിന്റെ ഭ്രമം നഷ്ടപ്പെട്ടു. കാരണം മരണം എന്ന് പറയുന്നത് ദേഹാഭിമാനത്തിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഭയമുള്ള ഒരു കാര്യമാണ്, അല്ലേ? പ്രത്യേകിച്ചും മരണഭയം ആർക്കാ ഉള്ളത്? അജ്ഞാനികൾക്കാണ്. അജ്ഞാനികൾക്ക് എപ്പോഴും എന്തിനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവും? മരണഭയം ഉണ്ടാവും. ജ്ഞാനികൾക്ക് എന്തുണ്ടാവില്ല? മരണഭയം ഉണ്ടാവില്ല. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഗീതയിൽ പറയും, അർജുന, ഈ ഭൂമിയിലുള്ളവരെല്ലാവരും, അല്ലേ, ജനിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും, കുറേ ആൾക്കാർ പോയ ആൾക്കാരും ഇനി പോകാനുള്ളവരുമാണ്. അല്ലാതെ ഇവിടെ സ്ഥിരതാമസത്തിന് ആരെങ്കിലും ഉണ്ടോ? ഭൂമിയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുറച്ചു പേര് പൊയ്ക്കഴിഞ്ഞു, ഇനി കുറച്ചു പേരോ പോകാനുള്ളവരാണ്. ഗതാസൂൻ അഗതാസൂൻ, പോയ ആൾക്കാരും പോകാനുള്ളവരും. അപ്പൊ ചോദിക്കും, ഇനി ജനിക്കുന്ന ആളോ? ജനിച്ചു കഴിഞ്ഞാൽ അയാളും പോകാനുള്ളവരിൽപ്പെടും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ രണ്ട് കൂട്ടരല്ലാതെ ആരുമില്ല. അപ്പൊ ഇതൊരു സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പൊ സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ഉദിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഈ ഉദിക്കുന്ന സൂര്യൻ സ്ഥിരമായി ഇവിടെ നിൽക്കുമോ? അത് അസ്തമിക്കും, അല്ലേ? അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് ജീവികളും ജനിമരണങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ഥിരം സംഭവിക്കുമെന്ന് 100% ഉറപ്പുള്ള മാറ്റമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും വിലപിച്ചത് കൊണ്ട് ഫലമുണ്ടോ? ഉണ്ടോ? നമ്മൾ വിലപിച്ചാലും സംഭവിക്കും, വിലപിച്ചില്ലേലും സംഭവിക്കും. അപ്പം ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യണം? വിലപിക്കാതിരിക്കുക, വരുന്നതിനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, കേവലം വസ്ത്രങ്ങൾ മാറി ധരിക്കുന്നത് പോലെയുള്ളൂ ഈ ജനിമരണങ്ങൾ. വാംസാംശ ജീർണാനി വിഹായ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു, അർജുന, മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി ഒരു വ്യക്തി അടുത്ത വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ജീവൻ. ഈ ജന്മത്ത് സ്വീകരിച്ച വസ്ത്രമാണ് ഈ ശരീരം, അല്ലേ? നമ്മൾ ഈ ശരീരം കഴിഞ്ഞ ജന്മത്തിലുള്ള ശരീരമാണോ? ആണോ? അല്ല. നമ്മൾ ഈ ജന്മത്തിലേക്ക് വന്നപ്പോൾ ജീവൻ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരു ശരീരം സ്വീകരിച്ചു, ഒരു വസ്ത്രം സ്വീകരിച്ചു. ഈ ശരീരം യഥാർത്ഥത്തിൽ ഈ ശരീരം ഈ ജന്മത്തിൽ തന്നെ സ്ഥിരമാണോ? ആണോ? 5 വയസ്സുള്ളപ്പോൾ അല്ലെ 1 വയസ്സുള്ളപ്പോൾ ജനിച്ചപ്പോൾ ഉള്ള അതേ രൂപമാണോ നമുക്കിപ്പോൾ ഉള്ളത്? ആണോ? 5 വയസ്സുള്ളപ്പോൾ ഉള്ള രൂപമാണോ ഇപ്പോൾ ഉള്ളത്? 5 വയസ്സുള്ളപ്പോൾ ഉള്ള നമ്മുടെ ഒരു ചിത്രവും ഇപ്പോഴത്തെ ഒരു ചിത്രം എടുത്തു വെച്ച് നോക്കിയാൽ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം കാണും? ശരിയല്ലേ? നമ്മുടെ ആരുടെയെങ്കിലും 5 വയസ്സിലെ ചിത്രവും ഇപ്പോഴത്തെ ഒരു ചിത്രവും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധം ഉണ്ടാവില്ല. രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ശരീരം പോലെ, കാരണം എന്താ? ശൈശവം മരിച്ചിട്ടാണ് ബാല്യം വരുന്നത്, ബാല്യം മരിച്ചാണ് കൗമാരം, കൗമാരം മരിച്ചാൽ യൗവനം വരുന്നത്, യൗവനം മരിച്ചിട്ടാണ് വാർദ്ധക്യം വരുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ തന്നെ ഓരോ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ശരീരം തന്നെ മാറും. അപ്പൊ ഈ ജന്മത്തിൽ ധരിച്ച ഈ വസ്ത്രം, ഈ ജീവന് തോന്നുകയാണ് ഈ വസ്ത്രം മുഷിഞ്ഞു, അത് ഉപേക്ഷിച്ചു, അതാണ് മരണം. അത്രയേ ഉള്ളൂ. ഇത് സ്വാഭാവികമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഈ പ്രകൃതിയിൽ, അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന. അതിനെക്കുറിച്ച് ഓർത്ത് ജ്ഞാനികൾ ദുഃഖിക്കാറില്ല, അജ്ഞാനികൾക്ക് ദുഃഖം ഉണ്ടാവും. ഇവിടെ കംസൻ ദുഃഖത്തിലാണ്ടു. കംസൻ ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന സഹോദരിയോടുള്ള മമതകളൊക്കെ മാറ്റിവെച്ച് സഹോദരിയെ വധിക്കാൻ വേണ്ടി മുടിക്ക് പിടിച്ച് വാള് കയ്യിലെടുത്ത് ചാടിയിറങ്ങി. ഈ സമയത്ത് കല്യാണം കഴിഞ്ഞ് വരുന്ന തൻ്റെ വധുവിനെ വധിക്കാൻ നിൽക്കുന്ന സഹോദരൻ, ആ സഹോദരന്റെ കയ്യിൽ നിന്ന് വധുവിനെ രക്ഷിക്കണം. ആയുധം എടുത്തുകൊണ്ട് കംസനെ പരാജയപ്പെടുത്താൻ വസുദേവർക്ക് സാധിക്കില്ല. കാരണം കംസൻ അത്ര ശക്തിമാനാണ്, ദുർബലനൊന്നുമല്ല, വളരെ ശക്തിയുള്ള ആളാണ് കംസൻ. അതുകൊണ്ട് കംസനോട് തന്ത്രപൂർവം ഇടപെടാൻ ആര് തീരുമാനിച്ചു? വസുദേവർ തീരുമാനിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഹങ്കാരികളോട് നേരിട്ട് എതിരിടാൻ പോകുന്നതിനേക്കാളും നല്ലത് അഹങ്കാരികളെ എന്ത് ചെയ്യണം? തന്ത്രപൂർവ്വം ഒഴിവാക്കുക. മനസ്സിലായില്ലേ? അല്ലാതെ അഹങ്കാരികളോട് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. കാരണം അവരൊരു ദാക്ഷിണ്യം ഇല്ലാത്ത ക്രൂരന്മാരായിരിക്കും. അപ്പം നമുക്ക് അതിനോടൊപ്പം ഉള്ള ശക്തി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്ത്രപൂർവ്വം നമ്മളവരെ ഒഴിവാക്കുക. ഇവിടെ വസുദേവർ വളരെ തന്ത്രപൂർവ്വം കംസനോട് ആപദ്ധർമ്മം എന്നുള്ള നിലയിൽ, ഇവിടെ ആപദ്ധർമ്മം എന്താ? ദേവകിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കി വരാൻ പോകുന്ന കാര്യമൊക്കെ പിന്നത്തെ കാര്യമാണ്, അല്ലേ? അപ്പൊ ആദ്യത്തെ കാര്യം എന്താ? ഇപ്പൊ എന്താ ഉടനടി ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ സാധാരണഗതി പറഞ്ഞില്ലേ, ഒരാൾക്കൊരു അപകടം സംഭവിച്ചു, ആദ്യം എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ബാക്കി ചികിത്സയൊക്കെ രണ്ടാമതാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ചികിത്സ എന്താ? ദേവകിയെ രക്ഷിക്കുക. ബാക്കി ദേവകിക്ക് കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള കഥയൊക്കെ പിന്നത്തെ കഥയല്ലേ, അല്ലേ? കല്യാണം കഴിഞ്ഞ് ആ പിറ്റേ ദിവസം കുഞ്ഞ് ജനിക്കും. എന്തായാലും അതിനൊരു സമയമുണ്ട്. അപ്പൊ ആ സമയം വരെ ആലോചിച്ച് പിന്നെ രക്ഷപ്പെടാൻ ഉള്ള തന്ത്രം പിന്നെ കണ്ടെത്താം. അതുകൊണ്ട് വസുദേവൻ എന്ത് ചെയ്തു? കംസനോട് സംസാരിക്കാൻ തയ്യാറായി.
അപ്പൊ അജ്ഞാനികളെ വലയിൽ വീഴ്ത്താൻ ഏറ്റവും എളുപ്പം ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്നങ്ങ് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പുകഴ്ത്തി കൊടുത്താൽ മതി. ഈ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അജ്ഞാനികളാണ്. ഈ പുകഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ചിലത് ആ പുകഴ്ത്തലിൽ അങ്ങ് മയങ്ങി വീണോളൂ. നമുക്കിപ്പോൾ ആരോടെങ്കിലും ഒരു ശത്രുതയുണ്ടെങ്കിൽ അവരോട് നേരിട്ട് എതിരിടണമെന്നൊന്നുമില്ല. ഒരു നല്ല തന്ത്രമുണ്ട്. ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ പൊക്കി വിട്ടാൽ മതി. അവരെ ഏതെങ്കിലും 11 കവിയിൽ പോയി തട്ടിയെങ്കിൽ കഴിഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ടോ? ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് പറയണം, ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, ഈ ഡ്രസ്സൊക്കെ ചേരും, നല്ല രസമുണ്ട്, ഇത്രയും സൗന്ദര്യം ലോകത്ത് ആർക്കും കാണത്തില്ല എന്നൊക്കെ ഒന്ന് പുകഴ്ത്തി കൊടുത്താൽ മതി. പിന്നെ പോകുന്ന റോഡിൽ ഏതെങ്കിലും കട്ടറിനകത്തൊക്കെ അവർ വീണോളൂ. കാര്യം എന്താ? പിന്നെ കണ്ണും മൂക്കും നാക്കും ഒന്നും കാണത്തില്ല. ഈ മോഹത്തിൽ ഇങ്ങനെ ലയിക്കും. ഇതൊരു പ്രത്യേകതയാണ്. അത് ആണായാലും പെണ്ണായാലും പുകഴ്ത്തി കഴിഞ്ഞാൽ പുകഴ്ത്തലിൽ വീഴുന്ന എപ്പോഴും അജ്ഞാനികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരോട് നേരിട്ട് ഇടപെടാൻ പോകുന്നത്. നമ്മളെ ആരെങ്കിലും ആവശ്യമില്ലാതെ മുഖത്ത് നോക്കി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ നമ്മുടെ മിത്രങ്ങളല്ല, ശത്രുക്കളാണ്. നമ്മളിപ്പം നമ്മളെ ധാരണ വെച്ചാൽ നമ്മളെ പുകഴ്ത്തുന്നവരെയാണ് നമ്മൾ മിത്രമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. യഥാർത്ഥ മിത്രമായിട്ട് ആരെയാ കാണുക വെച്ചാൽ, തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയുന്നവരായിരിക്കണം നല്ല മിത്രങ്ങൾ. കാരണം അങ്ങനെയുള്ള മിത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അതിന് കൂടെ നിൽക്കുന്നവരാണ് സുഹൃത്തുക്കളെന്ന് ധരിക്കരുത്. ഏത് തെറ്റ് ചെയ്താലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ തെറ്റ് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നവരാണ്. ഞാൻ കൂടെ ഉണ്ടാ, കുഴപ്പമില്ലെന്ന് പറയും. പറഞ്ഞ് അവസാനം നമുക്ക് എടുക്കാൻ പറ്റാത്ത കണക്കുള്ള തെറ്റുകളിൽ ചെല്ലുമ്പോൾ അവൻ കൈവിട്ടിട്ട് അവൻ്റെ പാട്ടിന് പോകും. അനുഭവിക്കുന്ന ആരായിരിക്കും? പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ദ ബെസ്റ്റ് ടീച്ചർ ആയിരിക്കും. നല്ല അധ്യാപകന് തുല്യനായിരിക്കണം നല്ല സുഹൃത്ത്. അധ്യാപകന്റെ ലക്ഷണം എന്താ? തെറ്റ് കണ്ടാ പ്രോത്സാഹിപ്പിക്കൂ, നിരുത്സാഹപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ്. അല്ലാതെ നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഇവിടെ കംസനെ ഒന്ന് പുകഴ്ത്തി. എങ്ങനെ കംസനെ പുകഴ്ത്തിയേ? കംസനോട് പറഞ്ഞു, അല്ലയോ കംസ, അങ്ങ് ജ്ഞാനിയല്ലേ? കംസൻ ഞെട്ടിപ്പോയി. എടാ, ഇപ്പൊ അശരീരി കേട്ടത് മണ്ട എന്ന് വിളിച്ചിട്ടാ. ഇപ്പൊ ഇതാ വസുദേവർ ചോദിക്കുന്നു ജ്ഞാനിയല്ലേ. എന്താ വസുദേവർ ചോദിച്ചതിന്റെ അർത്ഥം? വസുദേവർ കളവ് പറയുന്ന ആളല്ല. പക്ഷെ വസുദേവർ ചോദിച്ചതിന് 2 അർത്ഥമുണ്ട്. ജ്ഞാനിയല്ലേ എന്ന് ചോദിച്ചാൽ, ജ്ഞാനിയാണെങ്കിൽ മരണഭയം വേണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ? മരണഭയം വേണ്ട എങ്കിൽ ദേവകിയെ വധിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം ജ്ഞാനിയായ ഒരാളിന് ജനിച്ചാൽ ഏതൊരു ജീവനും മരിക്കുമെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനിയല്ലേ അങ്ങ്? അപ്പൊ അങ്ങേക്ക് ഈ ജനിച്ചിട്ടുള്ള ജീവൻ മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങേക്ക് എന്തിനാ ഈ മരണഭയം? ഇതാണ് ആ ചോദ്യം. രണ്ടാമത് ചോദിച്ചു, അങ്ങ് ധീരനല്ലേ? ധീരൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മബോധമുള്ളവൻ. ധീരൻ എന്ന് വെച്ചാൽ ഈ ബലമുള്ളവനല്ല, ആത്മബോധമുള്ളവനാണ് ധീരൻ. ധീരൻ ഒരിക്കലും എന്തുണ്ടാവില്ല? മരണഭയം ഉണ്ടാവില്ല. ഇത് രണ്ടാമത് ചോദിച്ചു. കംസൻ ഇതൊക്കെ കേട്ടിട്ട് കംസൻ അല്ലെന്ന് പറയാൻ പറ്റുമോ? ജ്ഞാനിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, ഞാൻ ജ്ഞാനിയല്ലെന്ന് പറയാൻ പറ്റുമോ? കംസൻ തല ഉലുക്കി, ആണ്. ധീരനല്ലേ? ആണ്. അങ്ങ് പരാക്രമിയല്ലേ? ശൂരനല്ലേ? പരാക്രമി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പ്രതിസന്ധി വന്നാലും എതിരിടാൻ കഴിവുള്ളവൻ. ഇതൊക്കെ കേട്ടപ്പോൾ കംസന് കൊള്ളാതെ തോന്നി. കാരണം ഇതൊന്നും അല്ല എന്ന് പറയാൻ പറ്റും. നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ ചോദിക്കുക സുന്ദരനല്ലേ, നമ്മൾ ആരെങ്കിലും പറയോ അല്ലെന്ന്? പറയുമോ? ആരെങ്കിലും പറയൂ? ലോകത്ത് ആരെങ്കിലും പറയുമോ? ആരെയും പറയാറില്ല. ഇനി ബുദ്ധിയുള്ള ആളല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ മന്ദബുദ്ധിയാന്ന് ആരെങ്കിലും പറയൂലേ? നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? പറയില്ല. വിഡ്ഢിയാണോ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കില്ല. ഇതുപോലെ കംസനോട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ കംസൻ അതൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ? ജ്ഞാനിയല്ലേ, ധീരനല്ലേ, പരാക്രമിയല്ലേ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കംസന്റെ മുമ്പിൽ അടുത്ത ഓഫർ വെച്ചു. എന്താ? ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാനങ്ങ് തരാം. കുഞ്ഞുങ്ങളുടെ പേരിലാണല്ലോ പ്രശ്നം. അപ്പൊ ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാനങ്ങ് തന്നേക്കാം. എന്താന്ന് വെച്ചാൽ കംസൻ ചെയ്തോളാൻ പറഞ്ഞു. കംസന് അത് സമ്മതമായി. ആദ്യമേ കുറെ കാര്യങ്ങൾ സുഖിക്കാനുള്ള കാര്യങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ടോ ഇവിടെ ഒരു വാക്ക് കൂടെ കിട്ടി, ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ കംസൻ അവിടെ ആരെ വിട്ടുകൊടുത്തു? ദേവകിയെ വിട്ടു. ഇവിടെ എന്തുകൊണ്ടാണ് വസുദേവനെ ഇത്ര കണ്ട് കംസൻ വിശ്വസിച്ചെന്ന് ചോദിച്ചാൽ, മുമ്പേ സൂചിപ്പിച്ചു, വസുദേവർക്കൊരു പ്രത്യേകതയുണ്ട്. സത്യം മാത്രമേ പറയാറുള്ളൂ. പറയുന്നത് മാത്രമല്ല, അത് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. അപ്പൊ സത്യം പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ എളുപ്പമാണോ? ആണോ? മഹാഭാരതത്തിലൊരു പ്രധാന പാഠമുണ്ട്. ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരായിരുന്നല്ലോ കൗരവന്മാരും പാണ്ഡവന്മാരും.
ആ ദ്രോണാചാര്യയുടെ ശിഷ്യനായിട്ടുള്ള കൗരവന്മാരും പാണ്ഡവരും ദ്രോണാചാര്യരുടെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ദ്രോണാചാര്യരൊരു പാഠം പഠിപ്പിച്ചു. ആ പാഠം സത്യം വദ ധർമ്മം ചര എന്നുള്ളതാണ്. ആ വാക്കിൻ്റെ അർത്ഥം സത്യം പറയൂ, ധർമ്മം ചെയ്യൂ. ഈ സത്യം പറയുന്നത് തന്നെ ചെയ്യുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സത്യം പറയൂ എന്ന് പറഞ്ഞാൽ അത് നേരെ തിയറിയാണ്, അതിൻ്റെ പ്രാക്ടിക്കലാണ് എന്ത് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറയുന്നത് ചെയ്യുന്നതാണ് ധർമ്മം. അപ്പോൾ ഒന്ന് തിയറി ആണെങ്കിൽ ഒന്ന് പ്രാക്ടിക്കൽ. നമുക്കറിയാലോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഉള്ളത് കണക്ക്. ഒന്ന് അതിൻ്റെ സിദ്ധാന്തം, ഒന്ന് അതിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഈ വാക്ക് പറഞ്ഞു, ഇത് അടുത്ത ദിവസം പഠിച്ചു പറയണമെന്ന് പറഞ്ഞു. കൗരവന്മാരെല്ലാവരും പിറ്റേ ദിവസം വന്നപ്പോൾ അവിടെ ദ്രോണാചാര്യ ചോദിച്ചു, പഠിച്ചു എന്താ പറയാൻ പറഞ്ഞു. അവർ 100 പേരും ഒരേ കണക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സത്യം വദ ധർമ്മം ചര. പാണ്ഡവന്മാരെടുത്ത് ചോദിച്ചപ്പോൾ ധർമ്മപുത്രൻ ഒഴിച്ചു ബാക്കി എല്ലാവരും വിളിച്ചു പറഞ്ഞു, സത്യം വദ ധർമ്മം ചര. ധർമ്മപുത്രർ മാത്രം പറഞ്ഞില്ല. ധർമ്മപുത്രനാണ് ഇവരിൽ മൂത്ത ആൾ, അടുത്ത രാജ്യം ഭരിക്കേണ്ട ആളാണ്. അദ്ദേഹം മാത്രം ഇത് പഠിച്ചില്ല എന്ന് കണ്ടപ്പോൾ ദ്രോണാചാര്യർക്ക് ദേഷ്യം വന്നു. ദ്രോണാചാര്യർ വഴക്കൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ പറയണം എന്ന് പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം വന്നപ്പോൾ ഇത് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും പറയുന്നില്ല. കൂടെയുള്ള ഈ കൗരവന്മാരും മറ്റുള്ളവരും ഒക്കെ ഇദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. ഇത്രയും മണ്ടനാണോ ധർമ്മപുത്ര, ഇയാളാണോ ഇനി അടുത്ത രാജാവാകുന്നതെന്നൊക്കെ ചോദിച്ചു. ദ്രോണാചാര്യർക്ക് ദേഷ്യം വന്ന് അദ്ദേഹം ശിക്ഷയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, ഗുരുനാഥ അങ്ങ് പഠിപ്പിച്ചത് ഞാൻ പഠിച്ചു. ദ്രോണാചാര്യരുടെ അടുത്ത് പറഞ്ഞു, എന്നാ പറയൂ. ദ്രോണാചാര്യത്ത് പറഞ്ഞു, സത്യം വദ ധർമ്മം ചര. അപ്പൊ നമ്മൾ ചോദിക്കടാ, ഈ ഒരു വാക്ക് പഠിക്കാൻ ഇത്ര വലിയ പാടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഒരു തവണ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു അല്ലേ? കേട്ട സമയത്ത് തന്നെ നിങ്ങൾ ഇത് എന്താണെന്ന് നിങ്ങൾ അന്നേരം തന്നെ മറുപടി, ഇത് പഠിക്കാൻ ധർമ്മപുത്രർക്ക് ഇത്ര പ്രയാസമാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ എന്താണ് ഇത് പഠിക്കുന്നത്, എങ്ങനെയാണ് എന്നാണ് ധർമ്മപുത്രർ മനസ്സിലാക്കുന്നത്. നമ്മളെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധർമ്മപുത്രർ ദ്രോണാചാര്യൻ ചോദിച്ചു, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ഈ 5-6 ദിവസം മെനക്കെട്ടത്? ഇത് പഠിക്കാൻ ഇത്ര പ്രയാസമുള്ള കാര്യമാണ്? ഒരു 2 വാക്ക് സത്യം വദ ധർമ്മം ചര ഇത്രയേ ഉള്ളൂ പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങ് പഠിക്കാൻ പറഞ്ഞത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രമല്ലല്ലോ, അങ്ങ് പഠിപ്പിച്ച പാഠം ജീവിതത്തിൽ പാലിക്കുക കൂടെ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സത്യം പറയാൻ വേണ്ടി ശ്രമിച്ചു. ആദ്യത്തെ ദിവസം പൂർണ്ണമായിട്ട് പറ്റിയില്ല, 2ാമത്തെ ദിവസവും പറ്റിയില്ല. അപ്പൊ പിന്നെ ഞാൻ ഇതൊന്ന് സത്യം പറയാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യം പറയാൻ തുടങ്ങിയത് 3 ദിവസം എടുത്തിട്ടാണ്. 3ാമത്തെ ദിവസം എത്തിയപ്പോൾ എനിക്ക് ഒരു കളവും പറയാതെ സത്യം മാത്രം പറയാൻ സാധിച്ചു. പിന്നീടുള്ള 2 ദിവസം കൂടി എടുത്തിട്ടായപ്പോൾ എനിക്ക് സത്യം മാത്രം ചെയ്യാനും സാധിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അസത്യം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പോഴാണ് ഞാനിത് പഠിച്ച ആളായി മാറിയത്. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാനല്ല അറിവ്, ജീവിതത്തിൽ പാലിക്കാനാണ്. ഇതല്ലേ വേണ്ടത്? അപ്പൊ ഈ ശീലമുള്ള ആളാണ് ആര്? ഇവിടെ വസുദേവര്. അതുകൊണ്ടാണ് വസുദേവർ ആ വാക്കിൽ വിശ്വസിച്ചിട്ട് നേരെ ആരെ അയച്ചത്? ഈ ദേവകിയെ വിട്ടയച്ചു. ഈ ദേവകിയെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ കംസന്റെ നിരീക്ഷണത്തിലാണ്, തടവറയ്ക്ക് തുല്യമായിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിനെയും കൊണ്ട് നേരെ വസുദേവർ ആരുടെ അടുത്തെത്തി? കംസന്റെ അടുത്തെത്തി. ഈ കുഞ്ഞിനെ വാങ്ങിയ കംസൻ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി. വസുദേവർ വാക്കു പാലിച്ചത് കൊണ്ട് കംസന് സന്തോഷം തോന്നി. കാരണം എന്താ? വാക്കു പറഞ്ഞിട്ട് അല്ലേ, 1 വർഷം കഴിഞ്ഞു, എന്നിട്ടത് പാലിക്കപ്പെട്ടു. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ആദ്യത്തെ കുഞ്ഞല്ലേ, 1ാമത്തവനല്ലേ, അപ്പൊ 8ാമത്തവനാണല്ലോ എന്നെ വധിക്കുന്നത്. ശരി, കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് തിരിച്ച് കൊടുത്തു. ഈ കൊടുത്ത കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ തിരികെ പോയി. തിരികെ പോകുന്ന മാത്രയിൽ അവിടെ ഗർഗാചാര്യർ എന്ന് പറയുന്ന കുലത്തിലെ ആ മഹർഷി കണ്ടു. അദ്ദേഹം ഈ കുഞ്ഞിനൊരു പേരിട്ടു, കീർത്തിമാൻ എന്നൊരു പേരും ഇട്ടു. ഇതിനിടയിൽ വെച്ച് നാരദ മഹർഷി കംസനെ കാണാമോ? ഈ നാരദ മഹർഷിയുടെ ഒരു പ്രത്യേകത, യഥാസമയത്ത് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ആര് വരും? നാരദ മഹർഷി വരും. ഈ ദേവകാര്യങ്ങൾ സാധിക്കേണ്ട സ്ഥലത്താണ് നാരദര് വന്നു ചേരുന്നത്. ഇവിടെ സാക്ഷാൽ നാരായണനാണ് 8ാമത്തെ പുത്രനായി ജനിക്കുന്നത്. ആർക്കറിയാം? നാരദ മഹർഷിക്കറിയാം. അപ്പൊ അതിനു മുമ്പ് തന്നെ കംസനെ വധിക്കാൻ പാകമാക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ നാരദ മഹർഷി വന്നിട്ട് കംസനോട് ചോദിച്ചു, കംസ, ഇവിടെ എന്തൊക്കെയോ ദേവകിയുടെ കല്യാണം നടന്നു എന്നൊക്കെ ഒരു വാർത്ത ഞാനിങ്ങനെ ലോകത്ത് കറങ്ങി നടക്കുമ്പോൾ അറിഞ്ഞു. കാര്യം നാരദയുടെ ജോലി എന്താ? കറങ്ങി നടക്കലാണ്. നാരായണ നാരായണ എന്ന് ജപിച്ച് എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ് നാരദര്. അങ്ങനെ ഞാൻ സഞ്ചരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു, ഇവിടെ ദേവകിയുടെ വിവാഹം നടന്നു എന്നോ, അതിനെ തുടർന്ന് എന്തൊക്കെയോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി.
മനസ്സിലായില്ലേ? മൊത്തം നാരദൻ അങ്ങോട്ട് പറയില്ല. നാരദന് ബാക്കി ആരെ കൊണ്ട് പറയിക്കണം? കംസനെ കൊണ്ട് പറയിക്കണം. കംസൻ പറഞ്ഞു, ശരിയാണ് മഹർഷി, അങ്ങ് അറിഞ്ഞതൊക്കെ സത്യമാണ്. ദേവകിയുടെ വിവാഹം നടന്നു, വളരെ സന്തോഷമായിട്ട് വിവാഹം നടന്നു. പക്ഷെ അതിനിടയിൽ വെച്ചൊരു അശരീരി വാക്യം കേട്ടു. എന്താ കേട്ടത്? അത് ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുന്നു. യോ, കംസ നിന്നെ വധിക്കൂ എന്നൊക്കെ കേട്ടോ? അതെ, എന്നെ വധിക്കുന്നു. അപ്പൊ എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ അപ്പോഴത്തെ ദേവകിയെ കൊല്ലാൻ നോക്കിയപ്പോൾ വസുദേവന് തടസ്സം പിടിച്ചു. എന്നിട്ട് വസുദേവന് പറഞ്ഞു, ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തരാന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോഴാണ് കംസൻ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. എന്നിട്ടോ അതിനെ ഞാനങ്ങ് കൊടുത്തു വിട്ടു. അതെന്താ കാരണം? അത് 8ാമത്തവനല്ലേ എന്നെ വധിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ 1ാമത്തെ കുഞ്ഞിനെ വെടിച്ച് വെക്കുന്നത്? അപ്പോഴാണ് നാരദനെ ചോദിച്ചു, കംസ, നീ ഒരു മണ്ടനാണ്. നീ എന്താ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഈ അശരീരിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരുണ്ടാവും? നാരായണൻ ഉണ്ടാവും, സാക്ഷാൽ വിഷ്ണു ഉണ്ടാവും. ഈ വരാൻ പോകുന്ന ആള് വിഷ്ണുവാണ്. നിസാരമായിട്ട് ചിന്തിക്കരുത് നീ വിഷ്ണുവിനെ കുറിച്ച്. ഭഗവാൻ അത്യന്തം മായാജാലങ്ങൾ കാട്ടുന്നവനാണ്, മനസ്സിലായില്ലേ? ഭ്രമിപ്പിക്കുന്നവനാണ്. അപ്പൊ ചോദിച്ചു, അതാ 1ാമത്തെ കുഞ്ഞല്ലേ? ശരി, 1ാമത്തെ കുഞ്ഞാണ്. പക്ഷെ ദേവന്മാർക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു പേരുണ്ട്, അഷ്ടമൻ എന്നൊരു പേരുണ്ട്, മനസ്സിലായില്ലേ? എല്ലാ ദേവന്മാർക്കും അഷ്ടമൻ എന്നൊരു പേരുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ ആ അഷ്ടമൻ എന്ന നിലയിലാണ് ചിലപ്പോൾ ദേവകിയുടെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാമത്തവനും ആരാവും? 8ാമത്തവനാവും. മനസ്സിലായില്ലേ? പേര് കൊണ്ട് അഷ്ടമൻ. അഷ്ടമപുത്രൻ വധിക്കുന്നല്ലേ പറഞ്ഞത്, അല്ലാതെ എണ്ണി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അഷ്ടമൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും അഷ്ടമൻ എന്നൊരു പേരുണ്ട്. എന്താ കാരണം? 8 ഭാവങ്ങളോട് കൂടിയാണ് ദേവസ്വരൂപം. അഷ്ടമൂർത്തികൾ എന്ന് കേട്ടിട്ടില്ലേ? ആ അഷ്ടസ്വരൂപം ഈശ്വരന്മാരുടെ ഒരു സ്വരൂപമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണെങ്കിലോ. അപ്പൊ കംസൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 1ാമത്തവനാണ് കുഴപ്പമില്ലേ? അങ്ങനെയാണെങ്കിൽ അവനെ അങ്ങ് വധിച്ചാ പോരെ അല്ലേ? ആദ്യത്തവനാണെങ്കിൽ അവനെ അങ്ങ് വധിക്കാം. അപ്പം നാരദനെ ചോദിച്ചു, വീണ്ടും നീ മണ്ടത്തരം കാണിക്കുകയാണോ? അതെന്താ? ഈ ഭഗവാൻ വരുന്നതിൽ 8ാമത്തവൻ ആരാണെന്ന് നീ എങ്ങനെ അറിയും? അപ്പൊ പറഞ്ഞു, സാധാരണഗതി 8ാമത്തവനെ നമ്മൾ എങ്ങനെ അറിയുന്നത്? 1, 2, 3, 4 എണ്ണി 8ാമത്തവനെ തിരിച്ചറിയില്ലേ? ഈ ഒരു സിദ്ധാന്തം കംസൻ അങ്ങോട്ട് പറഞ്ഞു. നാരദന് തിരിച്ച് കംസനെ അവിടെ ഇരുത്തി ഒരു ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിച്ചു. നാരദന് ശാസ്ത്രത്തിൻ്റെയൊക്കെ ആളാണ്. നാരദന് അവിടെ ഉണ്ടായിരുന്ന ഒരു 8 വരയിട്ട് കാണിച്ചു. എന്നിട്ട് ഈ വരയിൽ നിന്ന് അങ്ങോട്ട് എണ്ണാൻ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ ഇത് 1, 2, 3, 4, 5, 6, 7, 8. ഇനി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് എണ്ണിയാലോ? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ പന്തല് ഞാൻ ഇവിടെ നിന്നാണ് ഈ തൂണ് നോക്കിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8. ഞാൻ പറയുന്നത് അങ്ങേയറ്റത്തെ ആ തൂണ് 8ാമത്തെ തൂണാണ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ഒരാള് അവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയിട്ട് പറയാ, അല്ല മാഷെ, ഇത് തൂണ 8ാമത്തെ എന്ന് പറഞ്ഞാൽ ഇത് 2 ശരിയല്ലേ? ആണോ അല്ലേ? 2 ശരിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിയപ്പോൾ ഞാൻ ഇവിടെ തൊട്ട് എണ്ണിയോണ്ട് അങ്ങേയറ്റത്ത് 8 എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ആൾ അവിടെ തൊട്ട് എണ്ണിയത് കൊണ്ട് ഇത് 8 ആയി. മനസ്സിലാവുന്നല്ലേ? അപ്പൊ കംസന് തോന്നി, അപ്പൊ ഈ ആദ്യത്തേതോ അവസാനത്തേതോ ആണ് കുഴപ്പമില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണിയാലുള്ളത്. നാരദന് വിടാൻ ഉദ്ദേശമില്ല. നാരദർക്ക് വിടാനൊരു ഉദ്ദേശമില്ല. നാരദൻ എന്ത് ചെയ്തു? നാരദര് ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിന് ചുറ്റും ഇങ്ങനെ 8 വരയിട്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, മേളിൽ എണ്ണാൻ പറഞ്ഞു. കംസൻ ഇവിടെ നിന്ന് എണ്ണി 1, 2, 3, 4, 5, 6, 7, 8. എവിടുന്നാണോ എണ്ണുന്നത് അതിന്റെ പുറകിലുള്ളത് വരുമ്പോ എന്ത് ചെയ്യും? 8 വരും ഇല്ലേ? താഴെ എണ്ണിയാൽ അതിന്റെ പുറകിൽ 8 വരും. ഈ സൈഡിൽ എണ്ണിയാൽ അതിന്റെ പുറകിൽ വരുമ്പോൾ 8 വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തെ 8 എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞു, ദേവകിക്ക് ജനിക്കുന്ന സർവ്വതയെ കൊന്നേക്കാം. നാരദരുടെ ഉദ്ദേശം ഇതായിരുന്നു. എന്തിനാണ്? നാരദർക്ക് ശത്രുതയൊന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ ശാപം കൊണ്ട് മരീചിയുടെ മക്കളാണ് ദേവകിയുടെ പുത്രന്മാരായി ജനിക്കുന്നത്. അവരെ ഈ ജന്മം കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? അവരെ മരണത്തിലൂടെ ഉദ്ധരിച്ച് അവർക്ക് ശാപമോക്ഷം കൊടുക്കണം. മനസ്സിലായില്ലേ? മരീചി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പുത്രനാണ്, നാരദരുടെ സഹോദരനുമാണ്. അപ്പൊ തന്റെ സഹോദരന്മാരുടെ പുത്രന്മാർ ചെയ്ത
തെറ്റായ പ്രവർത്തനം കൊണ്ട് അവർ 3 ജന്മം കഴിഞ്ഞ് 3ാമത്തെ ജന്മത്തിലാണ് ദേവകിയുടെ പുത്രന്മാരായി ജനിക്കുന്നത്. അവർക്ക് ശാപമോക്ഷം കൊടുക്കേണ്ടത് ഒരു കാര്യം. രണ്ടാമതോ കംസന്റെ പാപങ്ങളുടെ കലവറ വർദ്ധിപ്പിക്കണം. കാര്യം ഭഗവാൻ അവതാരമെടുത്താൽ തോനെ താമസിക്കാതെ തന്നെ ആരെ വധിക്കണം? കംസനെ വധിക്കണം. അപ്പോൾ വധിക്കണമെങ്കിൽ അതിന് തക്കതായ കുറ്റങ്ങൾ വേണ്ടേ? അതിനുള്ള പാപങ്ങളുടെ കലവറ വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു. ഇത് മനസ്സിലാക്കിയ കംസൻ ആ നിമിഷം തന്നെ എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളെ ആദ്യത്തെ കുഞ്ഞിനെ തിരിച്ചു വരുത്തി കൊന്നു. പിന്നീട് ദേവകിക്ക് ജനിച്ച 6 കുഞ്ഞുങ്ങളെ ആര് വധിച്ചു? കംസൻ വധിച്ചു. 7ാമത്തെ കുഞ്ഞായി വരുന്നത് സാക്ഷാൽ അനന്തനാണ്. കഴിഞ്ഞ ജന്മത്തെ രാമന്റെ സഹോദരനായി ലക്ഷ്മണനായി ജനിച്ചു. ആ സമയത്ത് പലപ്പോഴും രാമനെ ഉപദേശിക്കാൻ ശ്രമിക്കുമ്പോൾ രാമൻ ആ ലക്ഷ്മണനെ സാധനപ്പെടുത്തുമ്പോൾ പറയും, ഞാൻ അനുജനായതുകൊണ്ടല്ലേ, എപ്പോഴെങ്കിലും ഒരു ജന്മം ഞാൻ ജ്യേഷ്ഠനായിട്ട് വരട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. അതിനുള്ള അവസരമായിട്ടാണ് കൃഷ്ണാവതാരത്തിൽ ഇവിടെ അനന്തന് ജ്യേഷ്ഠന്റെ സ്ഥാനം കൊടുത്തു. അങ്ങനെ വരുന്നത് കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് കൊണ്ട് ഭഗവാൻ യോഗമായാദേവിയുടെ സഹായത്തോടു കൂടി ദേവകിയുടെ ഉദരത്തിൽ നിന്ന് നേരെ ഈ കുഞ്ഞിനെ എവിടേക്ക് മാറ്റി? അവിടെ രോഹിണിയിലേക്ക് മാറ്റി. അങ്ങനെ രോഹിണിയിൽ ആ കുഞ്ഞ് ജനിച്ചു. അങ്ങനെ അതിനുശേഷം ദേവകി വീണ്ടും അടുത്ത ഗർഭം ധരിച്ചു. അപ്പൊ ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നാണ് നാട്ടിലെല്ലാവരും ധരിച്ചിരിക്കുന്നത്. കംസനും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഗർഭകാലഘട്ടത്തിൽ ഇത് 7ആണോ 8ആണോ എന്നൊക്കെ ഒരു സംശയം ആർക്ക് വന്നു? കംസന് വന്നു. പക്ഷെ ദേവകിയുടെ ആ തേജസ്, സാധാരണഗതി നമുക്കറിയാം, ഈ സ്ത്രീകൾ ഗർഭവതികളാവുന്ന സമയത്ത് അവര് പൊതുവിലൊന്ന് ക്ഷീണിക്കുകയും അവശരാവുകയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നേരെ മറിച്ച് ദേവകിക്ക് യാതൊരു ക്ഷീണവുമില്ലാതെ ദേവകിയുടെ തേജസ് വർദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്താ? എല്ലാത്തിൻ്റെയും തേജസ്വരൂപനായ ഭഗവാനാണ് ദേവകിയുടെ ഉദരത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഈ തേജസ് കാണും തോറും കംസന്റെ മരണഭയം വർദ്ധിക്കാൻ തുടങ്ങി. കംസൻ കയ്യിലും കാലിലുമൊക്കെ ചില വിലങ്ങുകളിട്ട് ബന്ധിച്ചു. കാരാഗൃഹം മുഴുവൻ ബന്ധിച്ചു. കാവൽക്കാരെ ഏർപ്പാട് ചെയ്തു. ഇതൊക്കെ ചെയ്ത് വളരെ ഇതാക്കി. ദേവകിക്ക് ചെറിയ ആശങ്കകൾ ഉണ്ടായി. തൻ്റെ ഈ കുഞ്ഞിനും എന്തെങ്കിലും അപകടം വരുമോ? ഈ സമയത്ത് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാര് വളരെ കൃത്യമായി വന്ന് അദൃശ്യമായി വന്ന് ദേവകിയെ അനുഗ്രഹിച്ചു. അവര് പറഞ്ഞു, ഈ കുഞ്ഞ് സാക്ഷാൽ നാരായണനാണ്. ഈ കുട്ടി കംസനെ നിഗ്രഹിച്ച് നിങ്ങളെ പരിരക്ഷിക്കും. ലോക നന്മയ്ക്ക് വേണ്ടി സാക്ഷാൽ ജഗത്സ്വരൂപനായ നാരായണൻ തന്നെയാണ് പിറക്കുന്നതെന്ന് അറിയിച്ചു. ഈ ആനന്ദത്തോടുകൂടി ദേവകിയും വസുദേവരും ഭഗവാനെ വരവേൽക്കാനുള്ള മനഃശുദ്ധിയോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞു. അങ്ങനെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയില് അർദ്ധരാത്രിയില് അവിടെ ആ കാരാഗൃഹത്തിന്റെ വാതിലുകളൊക്കെ തനിയെ തുറക്കപ്പെടുകയും ആ വിലങ്ങുകൾ അഴിഞ്ഞു വീഴുകയും കാവൽ നിന്നവരെല്ലാവരും ഭഗവാന്റെ മായ കൊണ്ട് മയങ്ങി ബോധരഹിതരായി വീഴുന്ന ആ രാത്രിയില്, അർദ്ധരാത്രിയിൽ ലോകൈകനാഥനായ കൽമഷനാശനായ ഭഗവാൻ തിരുവുടല് കൊണ്ട് കൃഷ്ണാവതാരത്തിൽ ജന്മമെടുത്തു. അങ്ങനെ ഭഗവാൻ കൃഷ്ണാവതാരത്തിലേക്ക് വന്ന് ജനിച്ചു. ആ നിമിഷം തന്നെ ഭഗവാൻ ശംഖുചക്ര ഗദാ പത്മധാരിയായി തൻ്റെ മാതാപിതാക്കൾക്ക് ദർശനം കൊടുത്തു. ഇവിടെ ദേവകിയാവട്ടെ ആ ഭഗവാനെ നോക്കിക്കൊണ്ട് സ്തുതിച്ചു. ദേവകി തൻ്റെ കുഞ്ഞായി ജനിച്ച സാക്ഷാൽ നാരായണനെ സ്തുതിച്ചു. അനന്തമാദ്യം അവ്യക്തം പ്രാഹുരവ്യയം അധ്യാത്മ പ്രദീപകം എന്ന് പറഞ്ഞുകൊണ്ട് ദേവകിയുടെ സ്തുതി അങ്ങോട്ട് തുടങ്ങി. ആ സ്തുതിയിൽ തന്നെ ദേവി പറയുന്നുണ്ട് അനന്തമാദ്യം. ഭഗവാൻ യഥാർത്ഥ തത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. അനന്തം, ആദ്യം, അവ്യക്തം. ഭഗവാൻ യഥാർത്ഥ രൂപം എന്ന് വെച്ചാൽ അനന്തമാണ്. അനന്തം എന്ന് വെച്ചാൽ കണ്ടു തീർക്കാൻ പറ്റുന്നതാണോ? ആണോ? ഭഗവാന്റെ രൂപം അനന്തമാണ്. മനസ്സിലായില്ലേ? തുടക്കം ഒടുക്കമുണ്ടോ ഭഗവാന്റെ രൂപത്തിന്? തുടക്കവും ഒടുക്കൂല. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു രൂപത്തിനുള്ളിലാക്കി ഇങ്ങനെ സങ്കല്പിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ വിശ്വം മുഴുവൻ നിലനിൽക്കുന്ന ഭഗവാന്റെ ഉള്ളിലാണ്, അല്ലേ? ശരിയല്ലേ? അത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന് തുടക്കം ഒടുക്കമുണ്ടോ? അനന്തമാണ്, ആദ്യമാണ്. അനന്തമാദ്യം. ആദ്യം മുതൽ തന്നെ ഇങ്ങനെയാണ്, അല്ലേ? ഇപ്പം മാത്രമാണോ? ആദ്യം മുതൽ ഇങ്ങനെയാണ്. അനന്തമാദ്യം അവ്യക്തം. ആദ്യാന്ത്യമില്ലാത്തൊരു വസ്തുവിനെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമോ? പറ്റുമോ? ഇപ്പൊ നമ്മൾ ആകാശം കാണുന്നുണ്ട്. ആകാശം മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കടല് കാണാറുണ്ട്. കടല് മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അവ്യക്തം ഇല്ലേ? പൂർണ്ണമായി വ്യക്തമുണ്ടോ?
അവ്യക്തമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് അനന്തമാദ്യം അവ്യക്തം. എന്നിരുന്നാലും ആധ്യാത്മ പ്രദീപകം എല്ലാവരുടെയും ഉള്ളിൽ ജ്വലിക്കുന്നതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അവ്യക്തമാണോ എന്ന് വെച്ചാൽ അവ്യക്തമാണ്, എന്നാൽ എല്ലാവരുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ചൈതന്യവും ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ കൈകൂപ്പി നമസ്കരിച്ചു. ഇത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ ആ ബാലരൂപത്തിലേക്ക് മാറി തന്നെ അവിടെ നിന്ന് നേരെ യശോദയുടെ ഗൃഹത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ ശംഖചക്ര ഗദാപത്മധാരിയായി ദേവകിക്ക് ഭഗവാൻ ദർശനം കൊടുത്തു, അല്ലേ? ഇവിടെ എന്താണ് ഈ ഒരു ദർശനത്തിന്റെ തത്വം എന്ന് ചോദിച്ചാൽ, 3 ജന്മങ്ങളിലായി ഭഗവാന്റെ മാതാപിതാക്കളായി തീർന്നവരാണ് ദേവകിയും വസുദേവയും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഏതെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മക്കളാവണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണോ? ആണോ? നമ്മളെവിടെങ്കിലും അപേക്ഷ കൊടുത്ത് ഗോപാലകൃഷ്ണൻ്റെയും ഗോമതിയുടെയും മക്കളായി ജനിക്കണം, അല്ലെങ്കിൽ ഭാർഗവിയുടെയും മക്കളായി ജനിക്കണം, അങ്ങനെയാണ് അപേക്ഷ കൊടുത്തിട്ട് വന്നതാണോ? ആണോ? അല്ല. നമ്മളൊക്കെ വന്നു ജനിച്ചു, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അച്ഛനും അമ്മയും പോലും ആരാണെന്ന് പോലും ബോധ്യം വരുന്നത്. ഇവിടെ ഭഗവാന്റെ അവതാരം അങ്ങനെയല്ല. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഭൂമി മാതാവ് ദുഃഖത്തോടെ ചെല്ലുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ദേവകിയുടെ പുത്രനായി ജനിക്കാം, അല്ലേ? രാമാവതാരത്തിൽ പറഞ്ഞു ദശരഥ പുത്രനായി ജനിക്കാം. ഭഗവാൻ നേരത്തെ തന്നെ തന്റെ മാതാപിതാക്കളെ നിശ്ചയിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഭഗവാന്റെ മാതാപിതാക്കളാകുന്നതിന് എന്തെങ്കിലും യോഗ്യത വേണോ? ഒരു യോഗ്യതയില്ലാത്തവർക്ക് എന്തായാലും വരില്ലല്ലോ. നമ്മൾ കർദമ പ്രജാപതിയുടെ ചരിത്രം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ദേവഹൂതിയെ കഠിനമായ നിഷ്ഠയിലൂടെ ഉയർത്തി എന്ന് പറഞ്ഞു, അല്ലേ? ഇവിടെ ഭഗവാന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് സത്യയുഗത്തിൽ ജീവിച്ചിരുന്ന സുതപസ്സും പൃശിനി എന്ന് പറയുന്ന 2 പേരാണ്. മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താക്കന്മാരാണ് സുതപസ്സും പൃശിനി എന്ന് പറയുന്നവര്. ഇവർ 2 പേരും ഒരിക്കല് വലിയൊരു തപസ്സിൽ ഏർപ്പെട്ടു. ഇവരെന്താണ് തപസ് ചെയ്തതെന്ന് ചോദിച്ചാൽ യാതൊരു ആഗ്രഹവുമില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ തപസ് ചെയ്തത് ഒരാഗ്രഹവും ഇല്ല. ആകെ അവർക്കുള്ളൊരു കാര്യം എന്താ? ഭഗവാനെ ഒന്ന് കാണണം. മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മളും ഈ യഥാർത്ഥ ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതും ആരാധിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാ? ഒരാഗ്രഹം ഇല്ലാതാണോ? ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണോ? നമ്മൾ ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നമ്മളിൽ ഏറിയ പങ്കും ആൾക്കാർ ഭഗവാനെ ഭജിക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, അല്ലേ? ഇത് നടക്കണം, അത് നടക്കണം, അത് കിട്ടണം, ഇത് കിട്ടണം, ഒന്നുമില്ലെങ്കിൽ മനസ്സിന് സുഖമെങ്കിലും കിട്ടണമെന്നെങ്കിലും പറയും. അതൊരാഗ്രഹമാണ്. ശരിയല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹം കൊണ്ടാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഈ യഥാർത്ഥ ഭക്തൻ ആഗ്രഹങ്ങളില്ലാതെ ഭജിക്കുന്നവനാണ്. ഭക്തി 3 തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ശുദ്ധഭക്തി എന്ന് പറയും, ഒന്ന് ശുദ്ധഭക്തി എന്ന് പറയും, രണ്ടാമത്തത് മലിനഭക്തി എന്ന് പറയും, മൂന്നാമത്തത് ആസുരിക ഭക്തി എന്ന് പറയും. മനസ്സിലായില്ലേ? ഭക്തി എന്ന് പറയുന്നത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നതും മുറിയിടുന്നതും നാമം ജപിക്കുന്നതും മാത്രമല്ല ഭക്തി. ഭക്തി വലിയൊരു ശാസ്ത്രമാണ്. കാരണം ഈശ്വരനെ നേടാൻ പര്യാപ്തമായ നില വരെ ഉയർന്ന തലമാണ് ഏത്? ഭക്തി. ചെറിയ തലമല്ല. ഈ ഭക്തിയുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഈശ്വരനെ നേടുക എന്നുള്ളതാണ്. അപ്പൊ സാക്ഷാൽ ഭഗവാനെ നേടാൻ വരെ പര്യാപ്തമായി ഉന്നതമായ ഭാവമാണ് ഭക്തി. അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു കുട്ടിക്കളിയല്ല. നമ്മൾ ചെറിയ 2 കാര്യങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് കൊണ്ട് തീരുന്ന പ്രക്രിയയും അല്ല. ഭക്തി എന്താണെന്ന് പഠിക്കലാണ് ഭക്തൻ ആദ്യം ചെയ്യേണ്ടത്. ഭക്തി എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് വ്രതമൊക്കെ എടുത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നമ്മൾ ഭക്തി ഉള്ളവരായതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? മോക്ഷമാണോ ഭക്തി? മോക്ഷത്തിന് വേണ്ടി അതും ആഗ്രഹമായി, അതും പാടില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെ ആഗ്രഹിക്കാതിരിക്കുക. പക്ഷെ അതിന് മറ്റൊരു നിർവചനമാണ് ചോദിച്ചത്. ഭക്തി എന്താണ്? ഭക്തിയിൽ ഉണ്ടാകേണ്ട ഭാവം എന്താണ്? അത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഭക്തി എന്താണെന്ന് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ നമ്മൾ കാട്ടുന്നതൊന്നും ഭക്തി ആവണമെന്നില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെയാണ് ഭക്തി എന്ന് ധരിച്ചു പോകും. മനസ്സിലാവുന്നുണ്ടോ? പഠനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മുടെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കണം, മനസ്സിലാക്കണം.
നമ്മൾ ഇതുവരെ ചെയ്തതാണ് ശരിയെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അറിവ് അവിടം വരെ ഉള്ളത് കൊണ്ടാണ്. കൂടുതൽ അറിവ് നേടുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുണ്ടാവും, ഉണ്ടാവില്ലേ? ശരിയല്ലേ? നമ്മൾ 5 വയസ്സിലുള്ള പ്രായമുള്ളപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ശരി നമ്മൾ വിചാരിച്ചു. പക്ഷെ നമുക്കൊരു 10 വയസ്സുള്ളപ്പോൾ നമ്മൾ ചിന്തിച്ചു, നോക്കെ 5 വയസ്സിൽ ചെയ്തത് പലതും ശരിയെന്ന് വിചാരിച്ച പലതും തെറ്റാണെന്ന് നമുക്കിപ്പം ബോധ്യം വരത്തില്ലേ? വരത്തില്ലേ? നിങ്ങൾ ഇപ്പം ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പകാലത്ത് ചെയ്ത ചിലത് ശരിയായിരുന്നില്ല എന്ന് തോന്നാറില്ലേ? അന്ന് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത പലതും പിന്നെ ശരിയല്ലെന്ന് തോന്നാറില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ കൂടുതൽ അറിവ് നേടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണോ എന്ന് മനസ്സിലാക്കി, കൃത്യമല്ലെങ്കിൽ അത് മാറ്റി ശുദ്ധീകരിച്ച് കൂടുതൽ ശരിയിലേക്ക് പോകണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭക്തിയെക്കുറിച്ച് പഠിക്കണം. ഒരൊറ്റ നിർവചനം എളുപ്പത്തിൽ പറയാം. ഇവിടെ നാരദ മഹർഷി ഭക്തിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇത് ഭക്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയാണ് ഭക്തി. സാധു അസ്മിൻ, അവനോട്. ആരോട്? ഈശ്വരനോട്. മനസ്സിലായില്ലേ? സാധു അസ്മിൻ, അവനോട് പരമമായ പ്രേമം, അതാണ് ഭക്തി. ഈശ്വരനോടുള്ള പരമമായ പ്രേമത്തെയാണ് എന്ന് പറയുന്നത് ഭക്തി. പരമമായ പ്രേമം എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വേറൊന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് പകരം വെക്കാൻ വേറൊന്നും കൊണ്ട് പറ്റത്തതുമില്ല. ഏറ്റവും ഉന്നതമായ, ഒന്നും ആഗ്രഹിക്കാതെ, ഒരു ഉപാധികളുമില്ലാതെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മറ്റുള്ള പല ജീവിതത്തിലെ സ്നേഹങ്ങൾ പോലും യഥാർത്ഥ സ്നേഹമല്ല. എന്താ കാരണം? അവിടെയൊക്കെ ഉപാധിയുണ്ട്. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നവർ, ഭർത്താവ് കൃത്യമായി ചെലവിന് കൊടുത്തില്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്നേഹം കാണുമോ? അത് നഷ്ടപ്പെടും. ഇനി കൃത്യമായി ചെലവിന് കൊണ്ട് കൊടുക്കുന്ന വെച്ചിട്ട് വീട്ടിലെ ആഹാരം പാകം ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ ഭാര്യ തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ ഭർത്താവിന് സ്നേഹം കാണും? അതും കാണത്തില്ല. മനസ്സിലായില്ലേ? അവിടെയൊക്കെ ഉപാധികളുണ്ട്. ബാക്കി എല്ലാ സ്നേഹത്തിനും എന്തുണ്ട്? ഉപാധികളുണ്ട്. ഈശ്വരനോടുള്ള സ്നേഹത്തിന് മാത്രം എന്ത് പാടില്ല? ഉപാധികൾ പാടില്ല. ഉപാധികൾ വന്നാൽ ഭക്തി മലിനമാണ്. അപ്പൊ പരമമായ പ്രേമമാണ് ഭക്തി. ആ ഭക്തിയിൽ ആദ്യം പറഞ്ഞു ശുദ്ധഭക്തി. എന്താ ശുദ്ധഭക്തി? ഒന്നും ആഗ്രഹിക്കാതെയുള്ള ഭക്തി. നമ്മൾ അങ്ങനെ പെടുന്നവരാണോ? ആണോ? അങ്ങനെയുള്ളവരായി മാറാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളവരായി മാറാൻ ശ്രമിക്കുക. അതിനാണ് ഭാഗവതം നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ പ്രഹ്ലാദൻ നരസിംഹാവതാര സമയത്ത് നരസിംഹമൂർത്തി പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട്, എന്ത് വരമാണ് വേണ്ടത്? എന്ത് വരമാണ് വേണ്ടത്? നമ്മളോട് ഇവിടെ ഇരിക്കുന്ന ഭൂതനാഥ വന്ന് ചോദിക്കുകയാണ്, എന്ത് വര? ഇന്ന് ശിവരാത്രിയാണ്. നിങ്ങൾ വ്രതമൊക്കെ എടുത്തിരിക്കുമ്പോൾ രാത്രി ഭഗവാൻ കാണാൻ വന്നു എന്ന് വെക്കുക, ഒന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കുക നിങ്ങളുള്ളൂ എന്ന് എനിക്കറിയാം, കാരണം വരില്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലേ. എന്തായാലും ഒന്ന് സങ്കല്പിക്കുക, ഭൂതനാഥൻ കാണാൻ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തും ചോദിക്കും? നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഭഗവാൻ ചോദിക്കുക എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചോദിക്കും? ഞാൻ ഇന്നതാണ് ചോദിക്കുന്നതെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവൊക്കെ. എന്താണെന്ന് പുറത്തു പറയണ്ട, ഇന്നത് ഞാൻ ചോദിക്കും എന്ന് ഉറപ്പുള്ളവരെന്ന് കൈവൊക്കെ. കാരണം ഇന്നത്തെ ആഗ്രഹം അല്ലല്ലോ ഇന്നലത്തെ ആഗ്രഹം. കഴിഞ്ഞ ആഴ്ച വന്നത്തെ ആഗ്രഹമാണോ ഇപ്പോഴത്തെ ആഗ്രഹം? ഇപ്പൊ നമ്മൾ പോകുന്ന ഭഗവാനെ കടം തീർക്കാൻ 1 ലക്ഷം രൂപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. ഭഗവാൻ നേരിട്ട് ചോദിക്കുക എന്ത് വേണമെന്ന് ചോദിച്ചാൽ 1 ലക്ഷം കൊണ്ട് കടം തീർത്താൽ മാത്രം മതിയോ? ഇനി ജീവിക്കാനുള്ള പണം വേണ്ടേ? അപ്പൊ ചോദിക്കും ഒരു 5 ലക്ഷം ചോദിച്ചാലോ? അന്നേരം ആരോഗ്യം 5 ലക്ഷം കൊണ്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അത് തീർന്നു പോയാലോ? ഒരു വീടൊക്കെ വലുത് പണിയണ്ടേ? അപ്പൊ പിന്നെ വലിയ വീട് പണിയണം. അപ്പോൾ വലിയ വീട് പണിയണമെങ്കിൽ ഇപ്പൊ 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. 5 സെന്റ് സ്ഥലത്ത് അങ്ങനെ വലിയ വീട് പണിയുന്നത്? അപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലം കിട്ടിയാൽ കൊള്ളാം, അതിനുള്ള പണം ചോദിക്കും ഇല്ലേ? 5 ഏക്കർ സ്ഥലത്ത് വലിയൊരു വീട് പണിയുമ്പോഴോ വെറുതെ വീട് പണിഞ്ഞാൽ മാത്രം മതിയോ? പിന്നെ ഒരു കാറൊക്കെ വേണ്ടേ? പിന്നെ കാറ് 1 2 ഒക്കെ വേണം. പിന്നെ കാറ് മാത്രം മതിയോ? അതിനകത്ത് എണ്ണ അടിക്കാനുള്ള പൈസ വേണ്ടേ? അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചോദിക്കണ്ടേ? പിന്നെ കാറ് കുറച്ചുകൾ കഴിയുമ്പം പഴയതാകുമ്പോൾ പുതിയ കാറ് വാങ്ങണ്ടേ? പിന്നെ മക്കൾക്കൊക്കെ ഓഹരി കൊടുക്കണ്ടേ? അവർക്കൊക്കെ നല്ലത് ഇങ്ങനെ ചോദിക്കാനുള്ള ആഗ്രഹം കൂടി 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 അവസാനം ഹൃദയം പൊട്ടി നമ്മൾ ചത്തുപോകുന്ന അല്ലാതെ ചോദ്യമൊന്നും നടക്കത്തില്ല. നടക്കൂ? ഉറപ്പിച്ച ഇന്നത് മതി എന്നൊരു ഉറപ്പ് നമുക്കുണ്ടോ? ഉണ്ടോ? ഇവിടെയാണ് പൂന്താനം പറഞ്ഞത് 10 കിട്ടുമ്പോൾ 100 വേണമെന്നും 100 കിട്ടുമ്പോൾ
1000 വേണമെന്നും 1000 കിട്ടുമ്പോൾ ലക്ഷം വേണമെന്നുള്ള മോഹങ്ങളിൽ നിന്ന് അത്യാഗ്രഹത്തിലേക്ക് പോയി നമ്മൾ മരിക്കും. ഇതാണ് മോഹങ്ങളുടെ ഒരു ദുഃഖം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഉള്ളത് ചെറിയ മോഹമായിരിക്കും, അത് നടക്കുമ്പോൾ വലിയ മോഹം വരും, അത് നടക്കുമ്പോൾ അടുത്ത മോഹം വരും. അപ്പോൾ മോഹങ്ങളുടെ പുറകിൽ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സ് ശാന്തി ഉണ്ടാവില്ല. ഏറ്റവും നല്ല മാർഗം എന്താ? ആദ്യം ഉണ്ടാകുന്ന മോഹത്തെ തന്നെ അവിടെ വെച്ച് ഉപേക്ഷിച്ചേക്കുക, മോഹങ്ങളെ ഉപേക്ഷിച്ചേക്കുക. അപ്പൊ ചോദിക്കും, ജീവിക്കാൻ എല്ലാം വേണ്ടേ? എല്ലാം വേണം. ഒരു മോഹവും ഇല്ലാതിരുന്നാലും വരേണ്ടതെല്ലാം വരും. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്താൽ കിട്ടേണ്ട ഫലം കിട്ടും. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പഠിക്കാതെ വീട്ടിൽ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭഗവാന്റെ വിഗ്രഹം വെച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നിട്ട് പരീക്ഷയ്ക്ക് പോയി തോറ്റിട്ട് വന്നിട്ട് പറയാണ് ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കുറ്റമാണോ അവന്റെ കുറ്റമാണോ? ആരുടെ കുറ്റമോ? വിദ്യാർത്ഥിയുടെ കുറ്റം. അവൻ പഠിക്കണം. വൈകിട്ട് 1000 രൂപ വേണമെന്നുള്ളവൻ ജോലിക്ക് പോകാതെ ഏതെങ്കിലും ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി വീട്ടിൽ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമുണ്ടോ? അവൻ എന്ത് ചെയ്യണം? അവൻ ജോലിക്ക് പോകണം. അവനവൻ കർമ്മം ചെയ്താൽ അതിന്റെ ഫലം വന്നു ചെയ്യും. വെറുതെ മോഹം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ മോഹങ്ങളെന്ന് പറയുന്നത് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദനോട് ചോദിച്ച് എന്ത് വരം വേണം. എന്താ പ്രഹ്ലാദൻ ഏറ്റവും നല്ല ഭക്തനാവുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, അസുരന്റെ മകനായിട്ട് ജനിച്ച ആളാണ് അല്ലേ? അപ്പൊ ഭഗവാനെ ആരാധിക്കുന്നതിന് ഏതെങ്കിലും ജാതിയോ കുലോ വല്ലതും ഉണ്ടോ? തടസ്സമുണ്ടോ? ഒന്നുമില്ല. ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാന സ്വരൂപനാരാ? പ്രഹ്ലാദനാണ്. ഭഗവാൻ കഴിഞ്ഞ 2ാം സ്ഥാനം പ്രഹ്ലാദനാണ്. ആ പ്രഹ്ലാദൻ എന്ത് വരം വേണമെന്ന് ചോദിച്ചോ പ്രഹ്ലാദൻ എന്താ ഭഗവാനോട് പറഞ്ഞ? ഭഗവാനെ, ഒരു വരവും ചോദിക്കാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ മനസ്സിൽ ഒരു മോഹവും നീ ഉണ്ടാക്കരുതേ. കാരണം എന്തെങ്കിലും ഒരു മോഹം വന്നാൽ നിന്നിലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒരമ്മയുടെ ഒപ്പം കുഞ്ഞ് കളിക്കുന്നത് പോലെ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ഈ അമ്മയും കുഞ്ഞിന്റെ ഇടയിൽ ഒരു കളിപ്പാട്ടം കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഈ കുഞ്ഞ് അമ്മയിൽ ശ്രദ്ധിക്കുമോ കളിപ്പാട്ടത്തിൽ ശ്രദ്ധിക്കുമോ? എന്തിനു ശ്രദ്ധിക്കും? കളിപ്പാട്ടത്തിലേക്ക് പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെയാണ് ഭഗവാനും നമ്മളിടയിൽ എന്തെങ്കിലും ഒരു മോഹം വന്നാൽ നമ്മുടെ ശ്രദ്ധ പിന്നെ ഏതിലേക്ക് പോകും? ആ മോഹത്തിലേക്ക് പോകും. ഭഗവാന്റെ ശ്രദ്ധ കുറയും. നിങ്ങൾ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുതാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാറ് വാങ്ങാനുള്ള മോഹമാണ് ഉള്ളതെന്ന് വെക്കുക. നിങ്ങൾ ഭഗവാനെ നോക്കിക്കൊണ്ട് ഭഗവാനെ ഒരു കാറ് വാങ്ങാൻ സഹായിക്കണേ, അല്ലെങ്കിൽ അതിനുള്ള പൈസയൊക്കെ കിട്ടണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ രൂപമായിരിക്കും, കാറിന്റെ രൂപമായിരിക്കും വരുന്നത്. എന്ത് രൂപമായിരിക്കും വരുന്നത്? ആ നിമിഷം തൊട്ട് നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സർവ്വ കാറിന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ വരുമില്ലേ? വരുമോ? വരത്തില്ലയോ? വരും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആരൗട്ടായി? ഭഗവാൻ ഔട്ടായി. മനസ്സിലാവുന്നുണ്ടോ? മോഹങ്ങൾ വരുമ്പോൾ മോഹിക്കപ്പെടുന്നത് ഉള്ളിൽ വരികയും ഉള്ളിൽ ഇരിക്കേണ്ട ആള് പുറത്താവുകയും ചെയ്യും. ഇതാണ് ഭക്തിയിൽ ഉണ്ടാകുന്ന അപജയം. ഭക്തന്മാർക്കുണ്ടാകുന്ന തെന്നി വീഴ്ച എന്ന് പറയുന്നത് മോഹങ്ങളാണ്. അതുകൊണ്ടാണ് മോഹം ഉള്ള ഭക്തി, അർഹതയുള്ളതാണെങ്കിലും മോഹിക്കേണ്ട ആവശ്യമില്ല. മോഹമുള്ള ഭക്തിയാണ് മലിന ഭക്തി. പറഞ്ഞു മനസ്സിലായോ? മോഹമില്ലാത്ത ഭക്തി ശുദ്ധഭക്തി. ആസുരിക ഭക്തി എന്താ? അർഹതയില്ലാത്തതിന്റെ മോഹം. മനസ്സിലായില്ലേ? അർഹതയുള്ളത് മോഹിച്ചാലും അത് മലിനഭക്തിയാണ്. അപ്പൊ നമ്മൾ നല്ല ശുദ്ധമായ പാല് വെച്ചിരിക്കുന്നു. ആ ശുദ്ധമായ പാലില് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് ശുദ്ധമാണോ? ഇതുപോലെയാണ് മോഹം ചേർന്നാൽ ഭക്തിയില്. മനസ്സിലായില്ലേ? ഇനി അതിനകത്ത് നമ്മൾ വേറെ ഏതെങ്കിലും കളറും കൂടെ ചേർത്ത് കഴിഞ്ഞാലോ അതാണ് ആസുരിക ഭക്തി. പിന്നെ അത് വേറെ ഒന്നിനും കൊള്ളില്ല, അത് മാറ്റേണ്ടി വരും. അപ്പൊ അമിതമായ അർഹതയില്ലാത്ത ഭക്തി, ആ മോഹങ്ങൾ വന്നാൽ അത് ആസുരിക ഭക്തി, അതാണ് അസുരന്മാരുടേത്. അപ്പൊ ഇതിൽ ഏത് ഭക്തിയിലേക്ക് നമ്മൾ വളരണം? ശുദ്ധഭക്തിയിലേക്ക് വളരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ മോഹങ്ങളെ ആദ്യം എന്ത് ചെയ്യണം? അത്യാഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. പിന്നെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തുക. ആവശ്യമുള്ളതാണോ മോഹിക്കുന്നതെന്ന് നോക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ഭഗവാനോടുള്ള പ്രേമം വർദ്ധിപ്പിച്ച് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള മനസ്സിനെ സൃഷ്ടിക്കുക. ഭഗവാനെ സ്മരിച്ചാൽ മതി. നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ആര് തരും? ഭഗവാൻ തന്നോളും. നമ്മൾ ചോദിച്ചിട്ട് തരേണ്ട ആളല്ല ഭഗവാൻ. അതിനാണ് അംബരീഷന്റെ കഥ പിന്നീട് പറഞ്ഞത്. അംബരീഷൻ എന്ന് പറയുന്ന രാജാവ് വളരെ ദീർഘകാലത്ത് വ്രതം നോറ്റു. ആ വ്രതം നോറ്റിട്ട് അംബരീഷൻ ആ വ്രതാനുഷ്ഠാനത്തിൽ ഇരുന്ന് വ്രതം തീരുന്ന സമയത്ത് ദുർവാസാവ് എന്ന മഹർഷി വന്നു. ദുർവാസാവ് വന്നതിന് ശേഷം അദ്ദേഹത്തിനെ കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു.
ദുർവാസാവ് പറഞ്ഞു ഞാനൊരു സ്നാനം കഴിഞ്ഞ് വരാം. ദുർവാസാവ് സ്നാനത്തിന് പോയിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചു വന്നില്ല. അങ്ങനെ തിരിച്ചു വരാത്തത് കൊണ്ട് ആ വ്രതത്തിൻ്റെ പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി അല്പം ജലം ആഹാരമായി കഴിച്ചു. പക്ഷേ ദുർവാസാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദുർവാസാവ് ഒരു ഭീകര രൂപത്തെ ഉണ്ടാക്കി അംബരീഷൻ രാജാവിനെ വധിക്കാൻ വേണ്ടി നിയോഗിച്ചു. ഈ ഭീകര രൂപം അംബരീഷനെ വധിക്കാൻ വരുമ്പോൾ അംബരീഷൻ രാജാവാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ സൈന്യത്തെ വിളിച്ചിട്ട് ഈ രൂപത്തെ വധിക്കാൻ പറയാമല്ലോ. ഇനി രാജാവിൻ്റെ കയ്യിൽ ആയുധമുണ്ട്, ഇതെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ രൂപത്തോട് യുദ്ധം ചെയ്യാം. ഇതൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ഭഗവാനെ വ്രതം ചെയ്ത് അനുഷ്ഠാനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം കൈകൂപ്പി ഭഗവാൻ നാരായണനെ സ്മരിച്ചു. എന്താ, നിന്റെ ഇച്ഛ എന്താണോ അത് നടന്നോട്ടെ, ഇങ്ങനെ മരിക്കാനാണ് നിന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടന്നോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ചോദിച്ചില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഭഗവാനെ രക്ഷിക്കണേ എന്നെങ്കിലും പ്രാർത്ഥിക്കും അല്ലേ? അങ്ങനെ ഒരു മോഹമെങ്കിലും വരും. ഇതൊരു മോഹവും ഇല്ലാതെ അംബരീഷൻ കൈകൂപ്പി. ആ നിമിഷം നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ ആവശ്യപ്പെടാതെ പോലും അംബരീഷന്റെ രക്ഷയ്ക്ക് അയച്ചു കൊടുത്തു. ഈ സുദർശന ചക്രം വന്ന് ആദ്യമേ ഈ ഭീകര രൂപത്തെ വധിച്ചു. അത് കഴിഞ്ഞ് ഈ ചക്രം ദുർവാസാവിന്റെ പുറവിലേക്ക് തിരിഞ്ഞു. ദുർവാസാവ് ഓടി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവ, എന്നെ രക്ഷിക്കണം. എന്താ കാര്യം? വിഷ്ണുവിന്റെ സുദർശനം എന്നെ വധിക്കാൻ വരുന്നു. ബ്രഹ്മാവ് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഇവിടം കൊണ്ട് തീരില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. എന്താ, ബ്രഹ്മാവിന് ശക്തിയില്ലാത്തതുകൊണ്ടാണോ? ആണോ? നമ്മൾ ചിലപ്പോൾ കഥ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ധരിക്കും. അങ്ങനെയല്ല. ഇവിടെ ശിക്ഷ കൊടുക്കുന്ന ഒരാളിനൊരു ഉദ്ദേശമില്ലേ? അല്ലേ? ശിക്ഷ കൊടുത്തതാരാ? വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ ഉദ്ദേശം വേറൊരാൾ കയറി തടഞ്ഞാൽ പൂർണ്ണമാവുമോ? ഇത് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അച്ഛൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത് മകനെ അടിക്കാനോ മകളെ ഒന്ന് പിടിച്ചൊരു വഴക്ക് പറയുമ്പോൾ ചില അമ്മമാരുണ്ട്, ആവശ്യമില്ലാതെ കയറി ഇടപെട്ടിട്ട് അവർ പറയും, എൻ്റെ കൊച്ചിനെ തൊട്ടു പോകരുത് കേട്ടോ, എൻ്റെ കുഞ്ഞിനെ എങ്ങാനും അടിച്ചാലാ. ഇത് സ്നേഹമല്ല, ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന അമ്മയുടെ വിവരക്കേടാണ്. അവസാനം സംഭവിക്കുന്നത് എന്താ? ആ തെറ്റ് ചെയ്യുന്ന കുഞ്ഞിനെ 7 തരമാവും, അവൻ വീണ്ടും തെറ്റ് ചെയ്യാൻ പോകും. ഇതുപോലെ തന്നെ ചില അച്ഛന്മാരും ഉണ്ട്. അപ്പം അച്ഛൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും തെറ്റിയിട്ട് അനാവശ്യമായി തല്ലുവാണെങ്കിൽ തടയാം. ഞാൻ പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ? ആ തെറ്റിനെ തിരുത്താനാണ് ശിക്ഷ. ഒരച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ മക്കളെ ശാസിക്കുന്നത് ശത്രുത കൊണ്ടല്ല. ആണോ? സ്നേഹം കൊണ്ടാണ്. തൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് എന്നുള്ള തലം കൊണ്ടാണ് ശരിയായ അച്ഛനും അമ്മമാർ ശാസന കൊടുക്കുന്നത്. ആ ശാസന കിട്ടേണ്ടത് തന്നെയാണ്. ശരിയല്ലേ? അച്ഛൻ വിളിച്ചിട്ട് മോനെ വഴക്ക് പറയുമ്പോൾ ചില അമ്മമാരുണ്ട് അമിതമായി കയറി മക്കളോട് വാത്സല്യം കാണിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞിനെ അങ്ങനൊന്നും പറയല്ല, എൻ്റെ കുഞ്ഞ് അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഈ സപ്പോർട്ട് ആ കുഞ്ഞിനെ നന്നാക്കുമോ നശിപ്പിക്കുമോ? ഇതൊക്കെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ. ഇതറിയാവുന്നത് കൊണ്ടാണ് ബ്രഹ്മാവ് പറഞ്ഞത് വിഷ്ണു ശിക്ഷ കൊടുക്കുകയാണ്. അവിടെ തന്നെ പോട്ടെ, വിട്ടു. ശിവന്റെ അടുത്ത് ചെന്നു, ശിവനും കൈയൊഴിഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ശിവൻ ദുർബലനായതുകൊണ്ടല്ല, എന്നെ കൊണ്ടും പറ്റില്ല. നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. വിഷ്ണു ആ സമയത്ത് എന്ത് പറഞ്ഞു? എന്നെ കൊണ്ടും പറ്റില്ല. ചക്രം എന്റേതാണ്, പക്ഷേ ഇപ്പോ ഞാൻ എൻ്റെ ഭക്തന്റെ ദാസനാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്ന വലിയൊരു തത്വതാണ്. ഭഗവാൻ ഭക്തന്റെ ദാസനാണ്. എങ്ങനെയുള്ള ഭക്തന്റെ? യാതൊരു മോഹവും കൂടാതെ ശുദ്ധഭക്തിയുള്ള ഭക്തന്റെ ദാസനാണ് ഭഗവാൻ. അതുകൊണ്ട് ആ ഭക്തൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ ദാസനായിട്ട് ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഭാഗവതം ഒരു നല്ല ഭക്തനെ സൃഷ്ടിക്കാനുള്ള ഗ്രന്ഥമാണ്. ഒരു നല്ല ഭക്തൻ എങ്ങനെയാകണം എന്ന് പഠിക്കണമെങ്കിൽ ഭാഗവതം മനസ്സിലാക്കണം. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഭഗവാനെ നേടിത്തരാനല്ല ഭാഗവതം. നല്ല ഭക്തനായാൽ ഭഗവാൻ തനിയെ വന്നോളും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നല്ല ഭക്തനാവാത്തിടത്തോളം കാലം നമ്മളെ ഭഗവാൻ വരുമോ? വരില്ല. അപ്പൊ നല്ല ഭക്തനാവുക, നല്ല വ്യക്തിയാവുക, ഇതിനാണ് ഭാഗവതം. അവസാനം ഈ ദുർവാസാവ് മഹർഷി ആരുടെ കാലിലേക്ക് ഓടിയെത്തി? അംബരീഷന്റെ മുമ്പിൽ വന്നു. അംബരീഷന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണം. അംബരീഷൻ ആ സമയത്ത് ഭഗവാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു, തനിക്ക് വേണ്ടിയിട്ടല്ല, ഈ മഹർഷി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, ഈ ചക്രം തിരിച്ചു വലിച്ചാലും എന്നാവശ്യപ്പെട്ടപ്പോൾ ആ സുദർശന ചക്രം തിരിച്ച് മാഞ്ഞു. ദുർവാസാവ് രക്ഷിക്കപ്പെട്ടു. ഇവിടെ എന്താ പറഞ്ഞത്? ശുദ്ധഭക്തി. മരണം മുന്നിൽ വന്ന സമയത്ത് പോലും തൻ്റെ ജീവന് വേണ്ടി പോലും ആരെ വിളിച്ചിട്ടില്ല? ഭഗവാനെ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ പോലും ഒരു മോഹമില്ല. ജീവന് വേണ്ടി പോലും മോഹിക്കാൻ പാടില്ല. ഇതാണ് ശുദ്ധഭക്തി. ഈ നിലയിലേക്ക് എത്തുകയാണ്
നമ്മൾ വേണ്ടത്. ഇവിടെ പറഞ്ഞത് ഭഗവാന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അല്ലേ. സുതപസ്സും വൃഷിണി മാതാവും ഇവർ രണ്ടുപേരും തപസ് ചെയ്തു. ഇവർക്ക് ആകെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു മോഹവും ഇല്ല. ഭഗവാനെ കാണുക എന്നുള്ളത് മലിനമല്ലല്ലോ, അത് ശുദ്ധമാണ്. ഇപ്പൊ ഭഗവാന് ഇങ്ങനെയുള്ള ഭക്തന്മാരോട് ഭഗവാൻ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഭഗവാനൊരു ഇഷ്ടം തോന്നണം. നമുക്ക് ഭഗവാനോട് ഇഷ്ടം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ തിരിച്ച് ആർക്ക് ഇഷ്ടം തോന്നണം? ഇങ്ങോട്ട് ഭഗവാനൊരു ഇഷ്ടം ഇങ്ങോട്ട് വേണം, വേണ്ടേ? എങ്കിലേ നമ്മളിലേക്കായി ഈശ്വരൻ വന്നിരുള്ളൂ. നമ്മളോടൊരു ഇഷ്ടം വേണം. അപ്പൊ ഇവിടെ ഭഗവാനൊരു ഇഷ്ടം തോന്നി. എന്താ? ഒരു മോഹവും ഇല്ലാതെ എന്നെ ഭജിക്കുന്നവര്, ഒരു മോഹവും ഇല്ലാതെ എന്നെ തപസ് ചെയ്യുന്നവര്, അങ്ങനെയുള്ള ആ മാതാപിതാക്കളുടെ മകനായി ഒന്ന് ജനിച്ചാൽ കൊള്ളാം എന്ന് ഭഗവാന് തോന്നി. ഭഗവാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, മായാശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ മനസ്സിലൊരു മോഹം ഉണ്ടാക്കി കൊടുത്തു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഉടനെ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് മകനായി ജനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്കൊരു മോഹം വന്നു. ഭഗവാൻ തന്നെ ഉണ്ടാക്കിയ മോഹമാണ്, മകനായി ജനിക്കണം. ഇവർ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒരു ജന്മത്തിലല്ല 3 ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ മകനായേക്കൊള്ളാം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഭഗവാന്റെ ഒരു ലീല. ആഗ്രഹിക്കാത്തവരെ കൊണ്ട് ആഗ്രഹിപ്പിക്കും, ആഗ്രഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഫലീകരിച്ചു കൊടുക്കും. അങ്ങനെ ആദ്യത്തെ ജന്മം വൈശ്രവകുമാരൻ എന്ന് പറഞ്ഞ് ജനിച്ചു. രണ്ടാമത്തെ ജന്മമാണ് വാമനനായിട്ട് ജനിക്കുന്നത്. അതിഥി നിധിയുടെ പുത്രനായി വാമനൻ ആയിട്ട് ജനിച്ചല്ലോ, ആ വാമനനായിട്ട് ജനിക്കുന്നത്. മൂന്നാമത്തെ ജന്മം ഇവർ തന്നെയാണ് അവിടെ ദേവകി വസുദേവരായി വരുമ്പോൾ കൃഷ്ണനായി ജനിക്കുന്നത്. 3 ജന്മം കഴിഞ്ഞപ്പോൾ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണങ്ങൾ അകന്ന് മുക്തി ഇവർക്ക് ലഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ ഈ മാതാപിതാക്കൾക്ക്? അതുകൊണ്ടാണ് ഭഗവാന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. അങ്ങനെ വിശ്വരൂപം കണ്ട് ആനന്ദിച്ചു. അത് കഴിഞ്ഞ് ഭഗവാനെ അവിടെ നിന്ന് എവിടേക്ക് മാറ്റി? അവിടെ നിന്ന് നേരെ ഭഗവാൻ പറഞ്ഞത് പ്രകാരം നന്ദഗോപൻ എന്ന് പറയപ്പെടുന്ന ഈ ഗോക്കളെയൊക്കെ മേയ്ക്കുന്ന ഒരു കുലത്തിന്റെ രാജാവായ നന്ദഗോപർക്ക് വളരെ വൈകി ഒരു കുഞ്ഞ് ജനിച്ചു. യശോദയ്ക്ക് വളരെ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്കൊരു കുഞ്ഞു ജനിച്ചു. ഇത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മായാദേവിയാണ് ഇവർക്ക് കുഞ്ഞായി ജനിക്കുന്നത്. കാരണം ഇവർക്ക് ഈ പുത്ര സൗഭാഗ്യമില്ലാത്ത ദമ്പതികളാണ് യഥാർത്ഥത്തിൽ ആര്? നന്ദഗോപനും യശോദയും. കാരണം അതുകൊണ്ടാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അവർക്ക് ജനിക്കുന്ന യഥാർത്ഥ കുഞ്ഞിനെ എടുത്തിട്ട് പകരം താൻ അവിടെ പോവുക എന്ന് പറഞ്ഞ ഒരു നിന്ദ്യമായ കർമ്മമല്ലേ? ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ വേറൊരു കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞ് പകരം കൊടുക്കുവോ? നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞ് കൂടുതലുള്ള കുഞ്ഞിനെ തിരക്കി പോവോ? ഒരിക്കലും ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ആ യശോദയ്ക്ക് യഥാർത്ഥത്തിൽ സന്താന ഭാഗ്യമില്ല. പക്ഷെ ഭഗവാൻ തനിക്ക് അവതാരത്തിന് കാരണമായി അവരെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് മായാദേവിയെ അവരെ മകളായി ജനിപ്പിച്ചു. മായാദേവി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് ഉള്ളതല്ല, അത് ഭ്രമിപ്പിക്കുന്നതാണ്. അങ്ങനെ ജനിച്ചു. വളരെ വൈകിട്ടാണ് ഈ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ദീർഘകാലം കഴിഞ്ഞിട്ടാണ്. ഈ പ്രസവത്തോടു കൂടി തന്നെ ഈ പ്രസവത്തിന്റെ വേദനയും ക്ഷീണവും കൊണ്ട് ഈ യശോദ മയങ്ങിപ്പോയി. ജനിച്ചത് ആണാണോ പെണ്ണാണോ എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ആ അവസ്ഥയിൽ കിടക്കുന്നു. ഇവിടെ ഭഗവാൻ തന്നെ അവിടേക്ക് എത്തിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഈ പെൺകുഞ്ഞിനെ പകരം എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ ഇതും പ്രകാരം വസുദേവർ ഒരു കുട്ടയിലേക്ക് എടുത്ത് ഈ കുഞ്ഞിനെ കിടത്തി. ആ സമയത്തിന് മുമ്പേ പറഞ്ഞല്ലോ, എല്ലാ ബന്ധനങ്ങളും തനിയെ അഴിഞ്ഞു. കാരണം എല്ലാ ബന്ധനങ്ങളെ ഇല്ലാതാക്കുന്നതാണല്ലോ ഭഗവാൻ. അതുകൊണ്ട് കയ്യിലും കാലിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു. ആ കാരാഗൃഹത്തിന്റെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ആ കൂടയിലേക്ക് എടുത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് നേരെ യമുനാ നദി കടന്നിട്ടാണ് മറുകരയിലുള്ള ആ ഗോകുലത്തിലേക്ക്. ഈ യമുനാ നദി കടന്നു പോകുന്ന വളരെ ആനന്ദകരമായ ഒരു തലമാണ്. ഈ യമുന എന്ന് പറയുന്നത് ദേവലോകത്തൂടി ഒഴുകിയിരുന്ന നദിയാണ്. യമുനാ നദിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഗംഗാ യമുനയൊക്കെ ദേവ നദികളാണ്. അപ്പൊ ഗംഗാ നദി വളരെ മുമ്പ് തന്നെ ഭഗവാന്റെ ജടയിലൂടെ താഴേക്ക് ഒഴുകി, ഇല്ലേ? യമുനാ നദി ഇടയ്ക്കിടയ്ക്ക് ഭഗവാനോട് ചോദിക്കും, വിഷ്ണു ഭഗവാനെ, ആ ഗംഗാ നദി ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂറിനൊക്കെ പോയി, എന്നെ ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ ഇതുവരെ, ഞാൻ എന്നും ഇവിടെ തന്നെ മാത്രം കിടന്നാൽ മതി എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ കൃഷ്ണാവതാര കാലത്ത് നിനക്ക് ഭൂമിയിലേക്ക് എത്താനുള്ള അനുവാദം തന്നിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ചാണ് യമുന എവിടെ എത്തിയത്? ഈ ഭൂമിയിലൂടെ ഒഴുകി തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ആ ഗംഗാ യമുന സരസ്വതി സംഗമത്താണ് ഇപ്പോൾ ഈ കുംഭമേളയൊക്കെ നടക്കുന്നത്.
അവിടെ ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി 3 ദേവതന്മാരുടെ ഐക്യമാണ്. അവിടെ സരസ്വതി അന്തർധാനം ചെയ്ത് ഭൂമിയുടെ അടിയിലൂടെയാണ് ഒഴുകി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നദി ആരംഭിക്കുന്ന സ്ഥലത്തുനിന്ന് ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ട് അടിയിലൂടെ ഒഴുകി വന്ന് രുദ്രപ്രയാഗിൽ വരുമ്പോൾ അത് അടിയിലൂടെ വന്നൊരു ഗുഹയിലൂടെ വന്ന് ഇതിലേക്ക് ചേരുന്നത്. അതവിടെ പോയാൽ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ഒരു കോട്ടയ്ക്കുള്ളിൽ ഈ സരസ്വതി നദി ഈ അടിയിലൂടെ ഒഴുകി വരുന്ന ഒഴുക്ക് ഒരു കിണറിനകത്തൂടി കാണാൻ പറ്റും. അത് ശ്രേഷ്ഠമായ സരസ്വതി പീഠം എന്ന് പറഞ്ഞ് സരസ്വതിയുടെ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം. അപ്പോൾ ആ നിലയിലുള്ള ആ യമുനാ നദി അന്ന് മുതലേ ഭഗവാനെ കാത്തു കിടക്കുക. അപ്പോൾ അവിടേക്കാണ് ഭഗവാനെയും കൊണ്ട് ആര് വരുന്നത്? വസുദേവരെയും കുട്ടയും കൊണ്ടുവരുന്നത്. വസുദേവരി നദിയിലേക്ക് ഇറങ്ങി മറുകരയ്ക്ക് കടക്കണമല്ലോ. ഈ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ യമുനാ നദിയിലെ ജലം ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങി. ഈ ജലം ഉയർന്നു വന്നപ്പോൾ വസുദേവർക്കൊരു ഭയം, ഇത് തന്നെയും കുഞ്ഞിനെയും കൂടെ ഈ ജലത്തിൻ്റെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമോ എന്നൊരു ധാരണ വന്നു. ഭഗവാൻ ഈ കാര്യം മനസ്സിലായി. ഭഗവാൻ തൻ്റെ കാൽപാദം ആ കൂടയിൽ നിന്ന് പുറത്തേക്കൊന്ന് നീട്ടി എന്നാണ് പറയുന്നത്. ഈ യമുനയിൽ നിന്ന് തെറിച്ച് പൊങ്ങുന്ന ഈ ജലത്തുള്ളികൾ വന്ന് പൊങ്ങി വന്നപ്പോൾ ഭഗവാന്റെ കാലിൽ തട്ടി അത് യമുനയിലേക്ക് വീണപ്പോൾ യമുനാ നദിക്ക് മനസ്സിലായി താൻ കാത്തിരുന്ന സാക്ഷാൽ ഭഗവാന്റെ പാദമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യമുനാ നദി പിന്നീട് താലമേന്തിയ വനിതകളെപ്പോലെ വഴിമാറി ഇരുഭാഗങ്ങളിലായി. മനസ്സിലായില്ലേ? ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി വഴി ഒഴിഞ്ഞു നിന്നു എന്നാ പറയുന്നത്. നമുക്കറിയാലോ താലപ്പൊലി എന്നുമ്പോൾ എങ്ങനെ നിൽക്കുന്നത്? ഭഗവാനെ വരവേൽക്കാൻ 2 ഭാഗത്തായിട്ടല്ലേ? അതുപോലെ ഇങ്ങനെ യമുനാ നദി ഇരുഭാഗങ്ങളിലായി ഭഗവാനെ വരവേറ്റു. താൻ കാത്തു കിടന്ന, താൻ തപസ്സോടുകൂടി ഭൂമിയിൽ വന്ന് ആരെ കാണാനാണോ ഈ ഭൂമിയിൽ താൻ എത്തി കാത്തു കിടന്നത്, അതേ മായാസ്വരൂപനായ സാക്ഷാൽ ഭഗവാനാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ യമുന ആനന്ദത്തോടുകൂടി വഴിമാറി വഴികാട്ടിയായി നിന്നുകൊടുത്തു. ആ യമുനാ നദി കടന്ന് നേരെ വസുദേവർ കൊണ്ടുവന്ന ആ കുഞ്ഞിനെ യശോദ എടുത്ത് കിടത്തി. യശോദ എടുത്തുന്നുള്ള കുഞ്ഞിനെ നേരെ എവിടേക്ക് കൊണ്ടുവന്നു? യശോദ എടുത്തുന്നുള്ള കുഞ്ഞിനെ നേരെ കൊണ്ടുവന്ന് ഈ കംസന്റെ കാരാഗൃഹത്തിലെത്തിയതോടുകൂടി ആ കാരാഗൃഹത്തിന്റെ ബന്ധനങ്ങളൊക്കെ വീണ്ടും പഴയതുപോലായി ബന്ധിക്കപ്പെട്ടു. ആ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ എത്തപ്പെട്ടപ്പോൾ ഈ കുഞ്ഞ് കരഞ്ഞു. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഇവിടെ ഉറങ്ങിക്കിടന്നിരുന്നവരൊക്കെ ഉണർന്നു. അവരൊക്കെ ഉണർന്ന സമയത്ത് അവരെല്ലാവരും ഉണർന്ന് വളരെ വേഗത്തിൽ കംസനോട് ചെന്ന് വിവരം പറയാൻ ചെന്നു. കംസനാകട്ടെ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. കംസൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിയെത്തുന്ന കംസൻ ഓടി വരുന്ന സമയത്ത് ദേവകി തൻ്റെ കയ്യിലേക്ക് എടുത്ത ആ കുഞ്ഞിനെ, കാരണം ദേവകി ഇതുവരെയുള്ള ഒരു കുഞ്ഞിനെ പോലും കയ്യിലെടുത്തിട്ടില്ല. കാര്യം ബാക്കി പ്രസവിച്ച എല്ലാ കുഞ്ഞിനെയും 6 കുഞ്ഞുങ്ങളാണല്ലോ പ്രസവിച്ചത്. ഈ 6 കുഞ്ഞിനെയും പ്രസവിച്ച ഉടനെ തന്നെ ആരെടുത്തോണ്ട് പോകും? വസുദേവൻ എടുത്തുകൊണ്ട് പോകും. കാരണം എന്താ? ഒരു കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് വേറിടാൻ ഒരു അമ്മ തയ്യാറാവുമോ? ഒരിക്കലും ഒരു കുഞ്ഞിന്റെ മുഖം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആ അമ്മയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ പറ്റത്തില്ല. പറ്റുമോ? വേറെ ആരുടെ മുന്നിൽ നിന്ന് ആ കുഞ്ഞിന്റെ മുഖം മറയ്ക്കാൻ പറ്റും? ഇല്ലേ? നമ്മുടെ ആരുടെ മനസ്സിൽ നിന്നും നമ്മൾ ഭൂമിയിൽ ജനിച്ച ആരുടെ രൂപവും ആ കുഞ്ഞിനാളത്തെ രൂപം അച്ഛൻ്റെ മനസ്സിൽ നിന്ന് പോലും മാഞ്ഞു പോകും. പക്ഷെ ഒരിക്കലും പ്രസവിച്ച അമ്മയുടെ മനസ്സിൽ ആ കുഞ്ഞിന്റെ ആദ്യത്തെ രൂപം മറക്കാറുണ്ടോ? ഉണ്ടോ? മറന്നാൽ അവർ അമ്മയല്ല. അതാണ് എൻ്റെ അർത്ഥം. ആ കുഞ്ഞിൻ്റെ ആ രൂപം ഒരിക്കലും ഒരു അമ്മ മറക്കില്ല. അതാണ് അമ്മയുടെ ഒരു ഇത്. പക്ഷെ ഇവിടെ ദേവകി ആദ്യമായിട്ട് അവർ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത്. കാര്യം ബാക്കിയെല്ലാം നേരത്തെ എടുത്തു. ഇത് ദേവകി ഇത് എടുത്തതിന് 2 തലമുണ്ട്. എന്താ? ഒന്ന് തൻ്റെ കുഞ്ഞല്ല, മറ്റൊരമ്മ പ്രസവിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് വേണ്ടി പകരം കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊരു ദുഃഖം കൂടി ആർക്കുണ്ട്? ദേവകിക്കുണ്ട്. മനസ്സിലായില്ലേ? ആ ദുഃഖത്തോടു കൂടി എടുത്ത് ഈ കുഞ്ഞിനെ ഞാൻ പകരം കൊടുക്കേണ്ടി വന്നല്ലോ എന്ന ഹൃദയവേദനയോടുകൂടി ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് കംസൻ വരുന്നത്. ഈ കുഞ്ഞിനെ കംസന്റെ കയ്യിലേക്ക് കൊടുത്തു ദേവകി. എന്നിട്ട് ദേവകി കംസനോട് ചോദിച്ചു, അല്ലയോ സഹോദര, ജ്യേഷ്ഠ, ഇതൊരു പെൺകുഞ്ഞല്ലേ, ഇവളെ എനിക്ക് തന്നൂടെ? എന്തുകൊണ്ടാണ് ദേവകി ചോദിച്ചത്? ദേവകിയുടെ ഉള്ളിലൊരു തോന്നലുണ്ട്, ഇത് മറ്റൊരമ്മയുടെ കുഞ്ഞാണ് അല്ലേ? ആ കുഞ്ഞിനെ എങ്ങനെങ്കിലും രക്ഷിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? തൻ്റെ കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞിനെ അല്ലേ കുരുതി കൊടുക്കാൻ ഏതെങ്കിലും അമ്മമാർ തയ്യാറാവുമോ? അതും തയ്യാറാവില്ല. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് എങ്ങനെയും സഹിക്കാം, പകരം മറ്റൊരു കുഞ്ഞിനെ കൂടി കൊടുക്കാനും പാടില്ല. അതുകൊണ്ട് ചോദിച്ചു, ഇതൊരു പെൺകുഞ്ഞല്ലേ, ഇതിനെയെങ്കിലും തന്നൂടെ ചോദിച്ചു. ഇവിടെ എന്താ ഇതിൻ്റെ അർത്ഥം? ഏതൊരു ദുഷ്ടനും നന്നാവാൻ അവസരം ഈശ്വരൻ കൊടുക്കും. കംസൻ ഇതൊരു പെൺകുഞ്ഞാണ്, എന്നാൽ ശരി വേണ്ട എന്ന് വിചാരിച്ചിരുന്ന കംസൻ രക്ഷപ്പെടത്തില്ലേ? പെടത്തില്ലയോ? കംസൻ രക്ഷപ്പെട്ടല്ലേ? പക്ഷെ കംസന് ഒരിക്കലും
ഈ ദുഷ്ടന്മാർക്ക് വിനാശകാലേ വിപരീത ബുദ്ധി, സർവനാശം അവർ വിളിച്ചു വരുത്തുന്നതാണ്. നന്നാവാൻ അവസരം കൊടുത്താലും നന്നാവില്ല, തിരിച്ചറിയില്ല. കംസൻ അന്നേരം ഓർത്തു നാരദന് പറഞ്ഞത്, ആണായി വരുന്നവന് പെണ്ണായി മാറാനൊക്കെ കഴിവുള്ള ആളാണ് വരുന്നത്. പണ്ട് പാലാഴി മദന സമയത്ത് ഭഗവാൻ മോഹിനി വേഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട കംസൻ പറഞ്ഞു, ആണായാലും പെണ്ണായാലും വേണ്ടിയില്ല, ഇതെൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് കംസൻ നേരെ ആ കുഞ്ഞിനെ നിലത്തടിക്കാൻ ശ്രമിച്ചു. ഈ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് വഴുതി മുകളിലേക്ക് പോയി അഷ്ടഭുജത്തോടു കൂടിയ ദേവതയായി മാറി, കാർത്യായനി എന്ന നാമത്തോടു കൂടി അറിയപ്പെടുന്ന ദേവിയായി മാറിക്കൊണ്ട് കംസനോട് പറഞ്ഞു, ഭയന്നു നിന്ന കംസനോട് പറഞ്ഞു, കംസ, ഞാനല്ല നിന്റെ അന്തകൻ, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു, പരാക്രമം എന്നോട് വേണ്ട. മനസ്സിലായില്ലേ? പരാക്രമം എന്നോട് വേണ്ട. നമ്മൾ പറഞ്ഞു പിന്നെ പരാക്രമം സ്ത്രീകളോട് വേണ്ട എന്നൊക്കെ ആക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളോട് പരാക്രമം വേണ്ട എന്നൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകളോടാണ് ഏറ്റവും കൂടുതൽ പരാക്രമം വേണ്ടത്. കാരണം പണ്ടത്തെ സ്ത്രീകൾക്കുള്ള ഗുണങ്ങളൊന്നും ഇന്ന് സ്ത്രീകൾക്കുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൽ വലിയൊരു ശതമാനം ദുഃഖത്തോടുകൂടി പറയട്ടെ സ്ത്രീകളാണ്. യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അറിവും ജ്ഞാനവും ഉണ്ട്. മക്കളെ വളർത്തിയെടുക്കേണ്ട രീതിയിൽ വളർത്തിയെടുക്കുന്നതിലും ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരുന്നത് സ്ത്രീകളാണ്. ശരിയല്ലേ? ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിലും ആ കുഞ്ഞിനെ വളർത്തുന്നതിലും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതിൽ ഏറ്റവും സൂക്ഷ്മമായി ശ്രദ്ധ കൊടുത്തിരുന്ന ആരാ? സ്ത്രീകളാണ്, അമ്മയാണ്. അമ്മയ്ക്ക് ശേഷമേ ബാക്കി സ്ഥാനം. ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പണ്ട് കാലത്ത് തമാശയ്ക്ക് പറയും, പണ്ട് കാലത്ത് വസ്ത്രം അഴിച്ചതിൻ്റെ പേരിൽ യുദ്ധം നടന്നു അല്ലേ? പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചതിൻ്റെ പേരിൽ കുരുക്ഷേത്ര യുദ്ധം നടന്നത്. ഇന്ന് വസ്ത്രം ഉടുപ്പിക്കാൻ പോയാൽ അതിൻ്റെ പേരിൽ യുദ്ധം നടക്കുന്ന കാലത്താണ്. മനസ്സിലായില്ലേ? പണ്ട് സ്ത്രീകൾക്ക് വസ്ത്രം അഴിച്ചാൽ നാണക്കേടാ, ഇന്നിപ്പോൾ വസ്ത്രം ഉടുക്കുന്നതിനാണ് ഇപ്പം നാണക്കേട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉടുക്കും, നിങ്ങൾക്ക് എന്താ തെരണമെന്ന് ആർക്ക് ചോദിക്കും. കാലം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് സ്ത്രീകളോട് പരാക്രമം എന്നുള്ളതൊന്നും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു ഭാഗം മാത്രമല്ല പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് പാവപ്പെട്ട ശബരിമലയിരിക്കുന്ന അയ്യപ്പനെ പോലും വെറുതെ വിടാതെ ചാക്കിനകത്ത് കൊല ഒഴിപ്പിക്കുന്ന നടക്ക് രാത്രിക്ക് രാമാനം ചില ആൾക്കാരെ ചാക്കി കെട്ടിയൊക്കെ കടത്തിയത് അറിയാലോ. ഏതെങ്കിലും നല്ല സ്ത്രീകൾ അവിടേക്ക് പോയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. അന്ന് സ്ത്രീകളെ കയറ്റണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ഏതെങ്കിലും നേതാക്കന്മാരെ വീട്ടിലെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താ കാരണം? ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊക്കെ പേടിയുണ്ടെന്ന്. ദൈവം ഇല്ലെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കത്തതേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. രാത്രി ചാക്കൊക്കെ ഇട്ട് തലയും മുണ്ടുമൊക്കെ ഇട്ട് പൂമൂടലോ പൂജയൊക്കെ നടത്താൻ പോകും. മനസ്സിലായില്ലേ? പകല് എന്ന് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നിടത്ത് ചോദിച്ചിട്ട് നോക്കും, ഇവിടാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇത് കഴിഞ്ഞ് അപ്പുറത്തൂടെ ജോലിസിന്റെ വീട്ടിൽ പോകും. ഇതൊക്കെയാണ് കപട രാഷ്ട്രീയ തലമൊക്കെ ഇപ്പോൾ ഉള്ളത്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. സംശയമുണ്ടോ? ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന നാട്ടിലൊക്കെ ചില മതിലൊക്കെ കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവര് പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. ശബരിമലയിൽ എന്താ സ്ത്രീകൾ കയറിക്കൂടെ, സ്ത്രീകളെ കയറ്റിക്കൂടെ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു നല്ല വീട്ടിലെ സ്ത്രീകൾ പോയിട്ടുണ്ടോ? നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട തെറ്റായ രീതികൾ ചെയ്തിട്ടുള്ള നമ്മളെയൊക്കെ പുരാണത്തിൽ പറഞ്ഞ ശൂർപ്പണകയും പൂതനയും ഇല്ലേ, ഇതേപോലുള്ള ചില ആൾക്കാരൊക്കെ. കാരണം എന്താ? ഇവരെയൊക്കെ ഒരു മറയാക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആ മുകളിലേക്ക് ഉയർന്ന ദേവത പറഞ്ഞു, നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട്. കംസന്റെ മരണഭയത്തെയും വർദ്ധിപ്പിച്ചു. വളരെ കൃത്യമായി ഭഗവാന്റെ അവതാരം കംസനെ ബോധിപ്പിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ പിന്നീട് അമ്പാടിയിൽ ബാലലീലകളിലേക്ക് പോവുകയാണ് തുടർന്നുള്ള ഭാഗത്തിൽ.